കിരീടം അടിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചികറിഞ്ഞവരാണ്. അവരവിടുന്ന് എഴുന്നേൽക്കില്ല, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. എനിക്ക് പണ്ടത്തെ അടിയന്തര കാലത്ത് ഒക്കെ നമ്മളത് കണ്ടാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നോട് പേര് മറന്നുപോയി. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാലിയാക്കും, ജനങ്ങൾ വരുന്നു എന്നാണ്. ജനങ്ങൾ വരികയാണ്, അതുകൊണ്ട് സിംഹാസനം ഒഴിയൂ എന്നാണ് പറഞ്ഞത്. അതൊരു പ്രശസ്ത ജയപ്രകാശ് നാരായൺ കോട്ടയത്തിലെ ഒരു കവിതയാണത്. അപ്പം അതാണ് നമുക്കും പറയാനുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളതാണ്, സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും വിമർശനം അതിനൊരു സ്പേസ് ഉണ്ടാകണം. പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല, വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് കൊണ്ടാണ്. സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജനാധിപത്യം വളരുകയുള്ളൂ. നമസ്കാരം. MD വാസുദേവൻ നായർക്ക് പിന്നാലെ ഭരണകൂടങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിമർശനവുമായി സാഹിത്യകാരൻ M മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിലെ വരികളെ സമീപകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള CPIM നേതാവ് M സ്വരാജിന്റെ ചോദ്യത്തിനായിരുന്നു മുകുന്ദന്റെ മറുപടി. അതേസമയം MDയുടെ വിമർശനത്തിൽ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാതു കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പറഞ്ഞത് തിരിച്ചറിഞ്ഞു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ ശ്രീ LR വിനയചന്ദ്രൻ, BJP നേതാവ് ശ്രീ സുവർണപ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KC ഉമേഷ് ബാബു, പൊതുപ്രവർത്തകൻ ശ്രീ ബേസിൽ ജോൺ, വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ ഉമേഷിലേക്ക്. ശ്രീ ഉമേഷ് ബാബു, MD വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു വേദിയിൽ ആയിരുന്നു അമിതാധികാരത്തെക്കുറിച്ച്, വ്യക്തിപൂജയെക്കുറിച്ച്, അധികാരം ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാഖ്യാനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായി, പ്രത്യേകിച്ച് CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോഴിതാ അതിന് പിന്നാലെ M മുകുന്ദൻ, അദ്ദേഹമാകട്ടെ M സ്വരാജ് ചോദിച്ചൊരു ചോദ്യത്തിന് ആണ് മറുപടി നൽകുകയും ചെയ്തത്. മുകുന്ദന്റെ വാക്കുകളിൽ അങ്ങനെയൊരു വ്യാഖ്യാനത്തിന് ഇടമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് നേരിട്ടല്ലേ? അല്ല, ആര് പറഞ്ഞാലും വ്യാഖ്യാനങ്ങൾക്ക് ഒരു ഇടവുമില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് 2003 എഴുതിയ ഒരു ലേഖനത്തിന് മുന്നും പിന്നും ചിലത് എഴുതി ചേർത്തിട്ട് അദ്ദേഹം വായിക്കുന്നു പറഞ്ഞാല് MT എഴുതിയ ലേഖനമാണ്. MT എഴുതിയ 2003 എഴുതിയ ലേഖനമാണ്. അദ്ദേഹം അത് 2003 വായിച്ചതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇപ്പോഴ് എന്ന് വെച്ചാല്, അതും ഈ പറയുന്ന ഇന്ന് മുകുന്ദനൊക്കെ പറയുന്ന, ഞങ്ങളൊക്കെ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമിതാധികാരം ഇങ്ങനെ വിളയാടുന്ന ഒരു നാട്ടില് മനുഷ്യരുടെ ആദ്യത്തെ കാഷ്വാലിറ്റി എന്ന് പറയുന്ന യുക്തിബോധമായിരിക്കും. കാരണം മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന ഈ വിശേഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം സൂര്യനാണ്, അടുത്ത കരിഞ്ഞു പോകും എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലവാരത്തിലുള്ള ഒരാൾ പറഞ്ഞത്. കാരണഭൂതനാണ്, ദൈവസമാനാണ്, ഇങ്ങനെ പറയുന്ന വിശേഷണങ്ങളെ മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയുന്ന ആദ്യത്തെയും അവസാനത്തെയും കാര്യം എന്ന് പറയുന്നത് അതിലൊന്നും ഒരു യുക്തിയില്ല എന്നുള്ളതാണ്. ഭൂമിയിലെ ഒരു മനുഷ്യനെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല.
കാരണം യുക്തി പൂർണ്ണമായും തകർന്നു കഴിഞ്ഞ ഒരു സമൂഹത്തിൽ മാത്രമേ ഇതിങ്ങനെ വിശേഷിപ്പിക്കുക മാത്രമല്ല, ഇത് ചെലവാകുന്നുണ്ടല്ലോ. അതാണ് ഇതൊരു ഹാർഡ് CPM-നകത്തും അതിന്റെ അനുയായി വൃന്ദങ്ങൾക്കകത്തും. കാരണം ഇതിനെയൊന്നും ആരും തിരുത്താൻ പുറപ്പെട്ടിട്ടില്ല. ഈ വിശേഷണങ്ങളെയൊക്കെ വലിയ ആഭരണമായിട്ട് പ്രദർശിപ്പിച്ച് നടക്കുന്ന പണിയാണ്, കൊണ്ടു നടക്കുന്ന പണിയാണ് ഈ പറയുന്ന CPM-ന്റെ. അത് തിരുത്താൻ എന്നുള്ളതല്ല. ഇതിനുശേഷം LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം അടക്കം തേടുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചാണ്, ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് അങ്ങനെ MT വാസുദേവൻ നായർക്കൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് യുക്തി പ്രവർത്തിക്കാതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. യുക്തി പ്രവർത്തിക്കുന്നില്ല. യുക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംസാരത്തിനകത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഏത് മനുഷ്യനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴും ജയരാജനൊക്കെ പറഞ്ഞതിൽ തന്നെ ജയരാജന്റെ തന്നെ പ്രശ്നം അതാണ്. ജയരാജന് യാതൊരു യുക്തിയുമില്ല. ജയരാജൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയോട് വീരാരാധനയുണ്ട്, അതുകൊണ്ട് വീരാരാധനയുടെ ഒരു ആവിഷ്കാരമാണെന്നാണ് പറയുന്നത്. വീരാരാധനയുടെ ആവിഷ്കാരം ഇതൊന്നും അല്ല, അതിന് വേറെ ചില ഉള്ളടക്കങ്ങളോ ഉണ്ടാകുക എന്ന്. കാരണം വീരാരാധന എന്നൊക്കെ പറയുന്നത് EP ജയരാജൻ കണ്ടുപിടിച്ചതോ നമ്മൾ ഇപ്പോഴും പിണറായി വിജയന്റെ കാലത്ത് കാണുന്നതല്ല. അതിനൊക്കെ മനുഷ്യനോളം പഴയ ഒന്നാണ് വീരാരാധന. പക്ഷെ കേരളം പോലൊരു സ്ഥലത്ത്, കേരളത്തിൽ പിണറായി വിജയന്റെ ഒരു 10,000 മടങ്ങ് കരുത്തരായിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നവോത്ഥാനം എന്ന് ജപിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ആളുകളെല്ലാം പറയുന്ന പേരുണ്ട്, ഗുരു ശ്രീനാരായണൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഈ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ ഒക്കെ ഒരു 10,000 മടങ്ങ് കരുത്തനായിരുന്നു അദ്ദേഹം. അതാണ് നേരെ വെല്ലുവിളിച്ചിട്ട് സാമൂഹ്യ ജീവിതത്തിലെ സർവ്വ തിന്മകളെയും ജീർണതകളെയും മുഖാമുഖം വെല്ലുവിളിച്ച് എതിർത്ത് തന്റെ കാലത്ത് വലിയൊരളവിൽ തോൽപ്പിക്കുകയോ ഒരു ഭാവി കേരളം ഉണ്ടാക്കുന്നതിന് വേണ്ട പണികൾ നേതൃത്വം കൊടുത്ത ഒരാളാണ് ശ്രീനാരായണൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ ഇത്ര ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരെ കുറിച്ച് താങ്കൾ പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായും ആ ഘട്ടത്തിലേക്ക് ഞാൻ വരാം. ശ്രീ വിനയചന്ദ്രൻ, താങ്കൾ ശ്രദ്ധിച്ചു കാണും, ശ്രീ ഉമേഷ് ബാബു ആരംഭിച്ചത് തന്നെ MTയുടെ വാക്കുകളിൽ അങ്ങനെ വലിയ വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. തീർച്ചയായും MT വാസുദേവൻ നായർ അദ്ദേഹം 2003 എഴുതിയ ലേഖനത്തെക്കുറിച്ചാണ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടും അഭിപ്രായ ഭിന്നതകളുണ്ട്. 2003 ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ രചന പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് അദ്ദേഹം എഴുതിയതാകാം എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അതെന്ത് തന്നെയാണ് എങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന ഒരു വേദിയിൽ ആയിരുന്നു MT വാസുദേവൻ നായരുടെ വിമർശനം ഉണ്ടാകുന്നത്. അത് ശുദ്ധമായ മലയാളത്തിൽ ഉള്ള വിമർശനമായിരുന്നു. ആ വിമർശനത്തിൽ അദ്ദേഹം ഉദാഹരിക്കുന്നത് EMSനെ പോലെയുള്ള മലയാളിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ്. പക്ഷേ അതിന് വ്യാഖ്യാനങ്ങൾ നിരവധിയാണ് നൽകിയത്. അത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണത്തിലേക്ക് പോയി. അല്ലെങ്കിൽ അത് 2003 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണകൂടത്തിനെതിരെയാണ് എന്ന നിരീക്ഷണത്തിലേക്ക് പോയി. അതിനുശേഷം ഒരു പിടി സാഹിത്യകാരന്മാർ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അവർക്കൊന്നും വലിയ സംശയങ്ങൾ ഉണ്ടായില്ല. ഇപ്പോൾ മുകുന്ദനിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, കേരളത്തിലെ ഇടത് സർക്കാർ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ ചില ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ മുകുന്ദന്റെ വാക്കുകളും ആ വിമർശനങ്ങളും അത് യഥാർത്ഥത്തിൽ കേരള സർക്കാരിന് നേരെയാണ്. അദ്ദേഹം വ്യക്തിപൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ അഭിലാഷ്, അദ്ദേഹം ശ്രീ EMSനെ പറയുന്നതോടൊപ്പം തന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെക്കുറിച്ചും പറയുന്നുണ്ട്. അതെ, ശ്രീ MTയെ പോലെ മഹാനായ ഒരു സാഹിത്യകാരനെ ഈ ലോകരാഷ്ട്രം തന്നെ ആദരിക്കുന്ന ഒരു സാഹിത്യകാരന്റെ അഭിപ്രായങ്ങളെ ഒരു സംസ്ഥാന സർക്കാരിലേക്ക് പരിമിതപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ശരി, അത്തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. കാര്യം ചരിത്രം എന്ന് പറയുന്നത് ഒരു ഭൂതകാല സംഭവമല്ല, നാളുകളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു കരുതലായിരിക്കണം ഭരണാധികാരികൾ നടത്തേണ്ടത്. അത് ഇപ്പൊ കേരളത്തിലെ ഭരണാധികാരികൾ മാത്രമല്ല, സിംഹാസനാരൂഢരായിരിക്കുന്നവർ നാളുകളിൽ തങ്ങളുടെ പ്രജകളെ കൂടി ഒത്തുപിടിക്കണം. ഈ അണികൾ എന്നുള്ളതിന് പ്രത്യേക ഡെഫിനിഷൻ ഒന്നുമില്ല. ഈ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഭരണകർത്താക്കൾ അവരുടെ കാര്യങ്ങളും കൂടി നിർവഹിക്കണം എന്നുള്ള വലിയ
വലിയ ഒരു സത്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഇത് ഈ ഒരു ചെറിയ സംസ്ഥാനത്തിലേക്ക് മാത്രം. ഇപ്പൊ അങ്ങ് പറഞ്ഞു, അല്ലെങ്കിൽ പൊതുവെ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ്. അവിടെയാണ് പ്രശ്നം ശ്രീ അഭിലാഷ്. അവിടെയും അദ്ദേഹത്തെ അത്രത്തോളം നമ്മൾ താഴ്ത്തിക്കൊണ്ട് പോകേണ്ടതാണോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ശ്രീ MD പോലെ ഒരാൾക്ക് രാഷ്ട്രപതി ഇരിക്കുന്ന വേദിയിലായാലും ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിലായാലും തന്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് പൗരസ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ലോകമാദരിക്കുന്ന ഒരു സാഹിത്യകാരനാണ്. ഇപ്പോ വരുന്ന അഭിപ്രായം എന്താണ്? അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന എന്താണ്? ഭരണകർത്താക്കൾ. അതങ്ങ് പറഞ്ഞതുപോലെ 2003 എഴുതിയപ്പോൾ ആര് ഭരിച്ചു ആര് ഭരിക്കുന്നില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. UDF ഭരണകാലത്താണ് അദ്ദേഹം ഇത് ലേഖനം എഴുതപ്പെട്ടത് എന്നുള്ളത്. ആ വിമർശനം ഉന്നയിച്ചത് MV ഗോവിന്ദൻ തന്നെയാണ്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു, അത് AK ആന്റണിയുടെ കാലഘട്ടത്തിലായിരുന്നില്ലേ? ആന്റണി എന്ന ഭരണകർത്താവിനെ അല്ലേ ഉദ്ദേശിച്ചത് എന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്. അല്ലെ അവിടെ ഇപ്പോ അത് ശ്രീ അഭിലാഷ്, അതെ അന്ന് UDF ഭരിച്ചിരുന്നു, ശരിയാണ്. ഇപ്പോ അദ്ദേഹം പാർട്ടി സെക്രട്ടറി അങ്ങനെ പറയുന്നതിന് കാര്യം എന്താണ്? ഇടതുപക്ഷ സർക്കാരിനെ അല്ലെങ്കിൽ വിശിഷ്യ മുഖ്യമന്ത്രിയാണ് ഉദ്ദേശിച്ചത് എന്നതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് അന്ന് ആരാണ് ഭരിച്ചിരുന്നത് എന്നത് നിങ്ങൾ മറക്കരുത് എന്ന്. പക്ഷെ അദ്ദേഹം പൊതുസമൂഹത്തോട് വലിയൊരു അഭിപ്രായം, കാര്യം അദ്ദേഹത്തിന്റെ നാവിനെയോ അദ്ദേഹത്തിന്റെ വാക്കുകളെയോ പിടിച്ചു കിട്ടുവാൻ ആരും തയ്യാറായിട്ടില്ല. എവിടെയാണോ കാര്യം, എല്ലാ കാര്യത്തിലും എടുത്തുചാടി ഒരു അഭിപ്രായം പറയുന്ന ഒരു സാഹിത്യകാരനല്ല അദ്ദേഹം. അവസരം വരുമ്പോൾ മാത്രം, അതായത് ദളിത് പീഡനം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ആദിവാസി പീഡനം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു കെട്ടുന്ന നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ഒക്കെയാണ് അദ്ദേഹം അഭിപ്രായവുമായി വന്നത്. അല്ല, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും ഇടപെടുന്ന ഒരു സാഹിത്യകാരനല്ല ശ്രീ MD എന്ന് പറയുന്നത്. അവിടെ ശ്രീ സുധീറിനെ പോലെയുള്ള ആളുകൾ അതിനുശേഷം പ്രതികരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എനിക്ക് ചിലത് പറയാനുണ്ട് എന്നും അത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. അതോടൊപ്പം ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ MT ഒരു മലയാള സാഹിത്യകാരനാണ് എങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വിശ്വസാഹിത്യത്തിന്റെ പട്ടികയിലേക്ക് വരുന്നതാണ്. നിരവധി ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ MT വാസുദേവൻ നായർ ചൈനയിലെ ഷീ ജിൻപിങ്ങിനെ കുറിച്ചാണോ പ്രതികരിച്ചത്, അല്ലെങ്കിൽ റഷ്യയിലെ വ്ളാദിമിർ പുടിനെ കുറിച്ചാണോ പ്രതികരിച്ചത്, അതുമല്ലെങ്കിൽ കിം ജോങ് ഉങ്ങിനെ കുറിച്ചാണോ പ്രതികരിച്ചത്, അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണോ? അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ കാണാം. അപ്പോഴും MTയും ഞാനും വിനയചന്ദ്രനും ഒക്കെ ജീവിക്കുന്ന കേരളം എന്ന് പറയുന്ന ഈ പൊതുസമൂഹമുണ്ടല്ലോ, അവിടെ ഒരു സംസ്ഥാനത്തിന് ഭരണാധികാരി ഉണ്ടല്ലോ. എത്ര വിശാലമായ അർത്ഥത്തിൽ കണ്ടാലും ഈ ചെറു പരിസരത്ത് നിന്നുകൂടി MTയുടെ വാക്കുകളെ വായിച്ചെടുക്കേണ്ടി വരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇവിടെ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു പ്രസ്താവനയാണ്, ഞാൻ ചിലത് പറയും. ആ ചിലത് പറയുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്ത് പറയുന്നു, ശ്രീ അഭിലാഷ് എൻ്റെ സ്നേഹിതനാണെങ്കിൽ ഞാൻ നാളെ ഒരു വേദിയിൽ ശ്രീ അഭിലാഷ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പോവുകയാണ്, അവിടെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുന്നില്ല, ഞാനത് പറയുക തന്നെ ചെയ്യും. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഇങ്ങനൊരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വെക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞതുകൊണ്ട് മാത്രം അത് കേരളത്തെ ഭരണത്തെ കുറിച്ചാണെന്നും അല്ലെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കുറിച്ചാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ചാണ് എന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ അത്തരത്തിൽ കാണുവാൻ കഴിയില്ല. അതിനൊരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. ശ്രീ ഉമേഷ് ബാബു, എന്തായാലും ഞാൻ മുകുന്ദനുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഇന്ന് പ്രധാനമായും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എങ്കിലും ഇത്രമേൽ വലിയൊരു ചർച്ചയ്ക്ക് ഇടം വെച്ചത് MTയെ പോലുള്ള ഒരു സാഹിത്യകാരനാണ്. ഒരുപക്ഷെ അതിനുശേഷമുള്ള പല പ്രതികരണങ്ങളും ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പോലും ആളുകൾ ഭയക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന നിരീക്ഷണം കൂടി ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരുന്നത്. ശ്രീ ഉമേഷ് ബാബു, അല്ല, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. കാരണം വെച്ചാല് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ഞാനതാണ് പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് MTയുടെ പ്രസംഗത്തിന് ഇത്ര വിചിത്രങ്ങളായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് പിണറായി വിജയന്റെ ഭരണം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടം നമ്മുടെ യുക്തിബോധത്തിന്റെ ഒരു തകർച്ചയാണ്. ആ യുക്തിബോധത്തിന്റെ തകർച്ചയാണ് ഇത്തരം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ അവദാനങ്ങളിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത്. കാരണം അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു വീഡിയോയിലെ പ്രയോഗങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, പറക്കുന്ന കഴുകൻ. അതാണ്, നിങ്ങൾ മലയാളമാണ്, എന്റെ ഭാഷയാണ്, നിങ്ങളുടെ ഭാഷയാണ്, ഈ മാധ്യമത്തിന്റെ ഭാഷയാണ്, MTയുടെ ഭാഷയാണ്. ഈ ഭാഷയില് ഒരാളെ പ്രശംസിക്കുന്നതിന് വേണ്ടി കഴുകൻ എന്ന് വിളിക്കാറുണ്ടോ?
അതും വരും. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശംസയുടെ പരകോടിയിൽ അല്ലെങ്കിൽ ഈ സ്തുതിയുടെ പരകോടിയിൽ എത്തുമ്പോൾ സംഭവിക്കുന്നതാണ് അവിടെ യുക്തി ഇല്ലാതാകും. യുക്തി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. MT 2003-ലോ അതാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തോ, അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിരുന്ന കാലത്തോ, അങ്ങനെ പല കാലങ്ങളിൽ അദ്ദേഹം പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് 2003 എഴുതിയ ലേഖനം 2024 ഈ ജനുവരിയിലെ ആദ്യത്തെ ദിവസം തന്നെ വിളിച്ചിട്ടുള്ള കോഴിക്കോട് ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വായിക്കാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 2003 അല്ല 2024. 2003 ആര് ഭരിച്ചാലും 2024 ഭരിക്കുന്നയാളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്താണ്, കാരണം MT പോലെ എഴുത്തുകാരനെ കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി MT ആയിട്ട് പരിചയമുള്ള MT ആയിട്ട് വ്യക്തിബന്ധമുള്ള കുറച്ച് ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം. എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ പാകത്തിൽ വളരെ ജാഗ്രതയോടെ സമൂഹത്തെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് MT എന്നതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിങ്ങനെ പോകാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുക ചെയ്തത്. ഇങ്ങനെ പോകാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഭരണത്തിന് കേരളത്തില് സർക്കാരുകൾ അതിപ്പോൾ കേരളത്തിന്റെ ഭരണത്തെ കുറിച്ചാണോ കേന്ദ്രത്തിന്റെ ഭരണത്തെ കുറിച്ചാണോ എന്നൊന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇല്ല എന്നുള്ളതാണല്ലോ ന്യായം. ഞാൻ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം ഒരു വലിയ അദ്ദേഹത്തെ CPM-കാര് സൂചിച്ചിട്ട് MT-യെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ലോകോത്തര സാഹിത്യകാരനാണെന്നാണല്ലോ. നമുക്ക് സംശയമില്ലല്ലോ. MT ഒരു ലോകോത്തര സാഹിത്യകാരനാണ്. ഒരു സാഹിത്യകാരൻ സംസാരിക്കുമ്പോൾ ഒരു രോഗത്തെക്കുറിച്ചും ഒരു പ്രവണതയെക്കുറിച്ചും തന്നെ വലയം ചെയ്തു വെക്കുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ചുമാണ് സംസാരിക്കുക. താൻ ഇന്നാരെ കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. അത് പിന്നീട് അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഇവര് ഈ വാഴ്ത്തുപാട്ടുകാരും CPM എന്ന് പറയുന്ന പാർട്ടിയും പിറ്റേന്ന് MN വിജയന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. MN വിജയൻ മാഷ് എത്ര കാലമാണ് വേട്ടയാടിയത് CPM? ചരിത്രമുണ്ട് ഇവിടെ. MN വിജയൻ മാഷ് പോയിന്റായിട്ട് പറഞ്ഞു, ഈ പിണറായി വിജയനും സംഘവും നാലാം ലോകവും കമ്മ്യൂണിസ്റ്റ് വിരോധവും ഒക്കെ ആയിട്ട് ഇതിനെ വേറെ എന്തോ ആക്കി തീർക്കുകയാണ്. അങ്ങനെയാണ് 2005 ഈ പറയുന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ദിവസം അദ്ദേഹം ഈ പത്രത്തില് അരവും കത്തിയും എന്ന് പറയുന്ന ലേഖനം എഴുതുന്നത്. ഇപ്പോൾ എടുത്ത് വായിച്ചു നോക്കണം. അത് പോയിന്റായിട്ട് അദ്ദേഹം പറഞ്ഞു, ആളെ കുറിച്ച് പറഞ്ഞു, പ്രവണതയെ കുറിച്ച് പറഞ്ഞു. പിറ്റേന്ന് അട്ടഹസിച്ച പിണറായി വിജയന്റെ ചിത്രം കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. എനിക്ക് ഓർമ്മയുണ്ട്. അതാണ്, ഞങ്ങളൊന്നും തീർച്ചയായിട്ടും ശൂന്യതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമല്ല ഒരു സമൂഹവും. MT കുറച്ചുകൂടി സുരക്ഷിതമായ മാർഗം തെരഞ്ഞെടുത്തു. ഈ പറയുന്ന മുഖ്യമന്ത്രി ഈ പ്രവണതയുടെ മുഴുവൻ ഉത്തരവാദിയായില്ല. തന്റെ ഈ പറയുന്ന അവദാനങ്ങളും വാഴ്ത്തുപാട്ടുകളും നിരാകരിക്കുന്ന ഒരു വാക്യം ഈ മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് വന്നായിട്ട് ഈ പറയുന്ന, നിങ്ങൾ മാധ്യമപ്രവർത്തകർ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് തന്നോടുള്ള സ്തുതി കൊണ്ട് സഹിക്കാതായി. ശ്രീ ഉമേഷ് ബാബു സംസാരിച്ചപ്പോൾ താങ്കൾ ഒരു അവസരം തേടിയിരുന്നു. എന്തിനായിരുന്നു അത്? വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അല്ല, ഇവിടെ ശ്രീ ഉമേഷ് ബാബു അദ്ദേഹം എപ്പോഴും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെയൊക്കെ നിശ്ചിതമായി വിമർശിച്ചു. എന്ത് യുക്തിബോധമാണ് കേരള ജനതയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നതിലൂടെ സംഭവിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കണ്ടേ? യുക്തിബോധത്തിന് നമ്മുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടു എന്നാണ് പറയുന്നത്. നമ്മുടെ ചിന്തകൾക്ക് എവിടെയാണ് കടിഞ്ഞാണിട്ടിരിക്കുന്നത്? നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാരുടെ ആശയങ്ങൾ ഈ സമൂഹത്തിൽ ഉള്ളത് കൊണ്ടാണ് ശ്രീ അഭിലാഷ് കേരളം ഇങ്ങനെ പോകുന്നത്. അതാണ് യാഥാർത്ഥ്യം. യുക്തിചിന്തയ്ക്ക് നമ്മുടെ ചിന്തകൾക്ക് എവിടെയാണ് ഞാനും മാധ്യമ പ്രവർത്തന രംഗത്ത് എന്റെയും ശ്രീ അഭിലാഷിന്റെയും ഒക്കെ ചിന്തകൾക്ക് എവിടെയാണ് കടിഞ്ഞാണിട്ടിരിക്കുന്നത്? ഈ മുകുന്ദന്റെ വാക്കുകൾ കൂടി പ്രധാനപ്പെട്ടതായി മാറുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യമല്ല നമ്മുടെ സ്വാതന്ത്ര്യം. ജനാധിപത്യ സംവിധാനത്തിൽ കുറച്ചുകൂടി ഈ എതിർ ശബ്ദങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ അവിടെയാണ് ആ യുക്തിബോധം. അതായത് ഒരു നേതാവിനെ എങ്ങനെയാണ് വാഴ്ത്തുപാട്ട് ആക്കി മാറ്റുന്നത്, എങ്ങനെയാണ് ഈ വ്യക്തി കേന്ദ്രീകൃതമായ പൂജകളിലേക്ക് കടക്കുന്നത്, അത്തരം പ്രയോഗങ്ങൾ തന്നെ ഉമേഷ് ബാബു സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ അങ്ങനെ സ്തുതി പാഠകർ എന്ന് പറയും. നമുക്കറിയാം നവമാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ കാര്യത്തിനും പാർട്ടി ഉത്തരവാദിയല്ല. അത് പാർട്ടി തിരുത്തേണ്ടതായിട്ടില്ല എന്ന് പാർട്ടി അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു മാധ്യമത്തിൽ വന്ന പാട്ടിനെ കുറിച്ചാണല്ലോ അദ്ദേഹം പറയുന്നത്. ഇനി ഇതിനു മുമ്പ് തിരുത്തിയിട്ടുണ്ട്, പാർട്ടി തിരുത്തിയിട്ടുണ്ട്. ഈ വ്യക്തിപൂജ ഉണ്ടായപ്പോൾ സ്തുതി
പാഠകർ അല്ല സ്തുതി പാഠകർ എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് ഇവിടെ ശ്രീ വി എൻ വാസവൻ പറഞ്ഞ കാര്യത്തെയാണെങ്കിൽ ശ്രീമതി വീണ ജോർജ് പറഞ്ഞ കാര്യത്തെ കുറിച്ചൊക്കെ ആണെങ്കിൽ അതിന് കൃത്യമായി നമുക്ക് ഉത്തരമുണ്ടെന്നേ. അദ്ദേഹം പറഞ്ഞത് തിരുനക്കര മൈതാനത്തിൽ നിന്നുകൊണ്ടാണ് ഒരുപാട് രാഷ്ട്രീയ തിരുനക്കര മൈതാനത്ത് നിന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ദൈവപുത്രൻ ഉണ്ടാകുമോ? ഇല്ല, അല്ല, ഒരു പക്ഷേ അത് തിരുനക്കര എന്ന് പറയുന്നത് നമ്മുടെ വിമോചന സമരത്തിന്റെ കാലഘട്ടം മുതൽ പല രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും വിളഭൂമിയായ മണ്ണാണത്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു. പിന്നെ പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ദൈവത്തിന്റെ വരദാനം എന്ന പ്രയോഗമൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനു മുമ്പാണ് നടത്തുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദത, ഇത് രണ്ടും താങ്കൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അല്ല, ഒരിക്കലും. ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയാണ് എന്ന് ഒരിടത്തും അഭിപ്രായപ്പെട്ടിട്ടുള്ളല്ലോ. വിശ്വാസികൾക്കെതിരല്ല, കമ്മ്യൂണിസം വിശ്വാസികൾക്കെതിരല്ല എന്ന്, അല്ലെങ്കിൽ പാർട്ടി വിശ്വാസികൾക്കെതിരല്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾക്കെതിരല്ല എന്ന് നേരത്തെ മുൻ പാർട്ടി കോൺഗ്രസുകളിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്താണ്? പാർട്ടി പ്രവർത്തകർ ഔദ്യോഗികമായ ഭാരവാഹിത്വങ്ങൾ വഹിക്കരുത് എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. ഇപ്പോൾ വിശ്വാസികൾക്കെതിരാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശരി ശരി, ഞാൻ ശ്രീ വസന്തിലേക്കൊന്ന് പോവുകയാണ്. വസന്ത്, നമ്മൾ ഈ MTയുടെ വാക്കുകൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ആ ചർച്ച ചെയ്ത ഘട്ടത്തിൽ ഈ 2003 പോലെയുള്ള ക്യാപ്സൂളുകളൊന്നും ഇറങ്ങിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2003 അല്ലേ എന്ന് ഇന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ച് ചോദിക്കുന്നു. മാധ്യമങ്ങളോടാണത് ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ എന്ന് അദ്ദേഹം ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ട് മാധ്യമങ്ങളാണിത് രൂപപ്പെടുത്തുന്നത് എന്ന തരത്തിൽ പറഞ്ഞു വന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം നിങ്ങൾ എന്നതുകൊണ്ട് നിങ്ങളെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്ത് തന്നെയായാലും AK ആന്റണിയുടെ കാലഘട്ടത്തിലായിരുന്നില്ലേ ആന്റണിയല്ലേ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അത് കൃത്യമായി മറുപടി നൽകാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വർഗ ബോധത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായും എനിക്ക് മുകുന്ദനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വസന്തിൽ നിന്ന് അതിൽ നിന്നൊരു മറുപടി കൂടി വേണ്ടതുണ്ട്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ സുഹൃത്ത്, MTയുടെ സുഹൃത്ത് കൂടിയായ നിരൂപകൻ, ആ പരിപാടിയുടെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന സംഘാടകരിൽ ഒരാളായ ശ്രീ NE സുധീർ, അദ്ദേഹം എഴുത്തുകാരനാണ്, നിരൂപകനാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പരിപാടിയുടെ വേദിയിലേക്ക് പ്രസംഗത്തിന് മുമ്പ് ശ്രീ MD സുധീറിനോട് പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്, ചിലത് പറയാനുണ്ട്. അപ്പോ ഇത് ഇത്രമാത്രം വിമർശനാത്മകമാകില്ല എന്ന് സംഘാടകർ കരുതുകയും അത് കുഴപ്പമില്ല അങ്ങേക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞു. ഇനി വിമർശനാത്മകമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും MDയോട് പറയണ്ട എന്ന് പറയാൻ മാത്രമുള്ള ആർജവമുള്ള സംഘാടകർ അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി പറയണ്ട എന്ന് പറഞ്ഞാൽ ആ വേദിയല്ല, അതിനപ്പുറത്തെ വേദി MDക്ക് കിട്ടുകയും ചെയ്യും. രണ്ട്, ഈ പ്രസംഗത്തിന് ശേഷം, ഇത് പ്രസംഗത്തിന് മുമ്പുള്ള സാഹചര്യമാണ്, പ്രസംഗത്തിന് ശേഷം ശ്രീ MDയോട് സുധീർ ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇത് ഇച്ചിരി കടന്നുപോയില്ലേ, എന്തുദ്ദേശിച്ചാണ് അങ്ങ് ഇങ്ങനെ പറഞ്ഞത്? ഉടനെ MD അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, അതായത് ഞാൻ പറഞ്ഞതിൽ എന്താണ് താങ്കൾക്ക് തോന്നിയത്? സുധീർ പറഞ്ഞത് വാസ്തവമാണ്, പ്രസന്റ് കാലഘട്ടത്തിൽ അത് എന്താണ് ലൈവാണ്, ആ വാദം ലൈവാണ്. ഉടനെ MD പറഞ്ഞു അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ MD അതല്ല ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ നമ്മുടെ ഇൻ ഹാൻഡ് ഉള്ള ഒരേ ഒരു മെറ്റീരിയൽ അത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ MD അതല്ല ഉദ്ദേശിച്ചതെന്ന് MD പറഞ്ഞു അത്രേ എന്നാണ് ദേശാഭിമാനി പറയുന്നത്. പാർട്ടി തിരുത്താറില്ലെങ്കിലും കഴിഞ്ഞ 7 വർഷക്കാലമായി പാർട്ടി ഒരു കാരണവശാലും ഒരു കാര്യത്തിലും തിരുത്താറില്ലെങ്കിലും 7 വർഷത്തിനിടയിൽ 7 ലക്ഷം തവണ തിരുത്തിയ പത്രമാണ് ദേശാഭിമാനി. അതുകൊണ്ട് ദേശാഭിമാനിയെ വിലക്കെടുക്കുക വാദത്തിന് പോലും നമുക്ക് പോസിബിൾ അല്ല. കാര്യം മറിയക്കുട്ടിയുടെ കാര്യത്തിൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ ഒക്കെ എത്രയെത്ര തിരുത്തലുകളാണ് ദേശാഭിമാനി നടത്തുന്നത്. പാർട്ടി തിരുത്തുന്നില്ല എന്നുള്ള നമ്മുടെ വിഷമം കൂടി ദേശാഭിമാനി നമുക്ക് വേണ്ടി തിരുത്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനിയെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല. പാർട്ടി തിരുത്തുമോ എന്നുള്ളത് കണ്ടറിയണം കേട്ടോ. ഇന്നെന്തായാലും MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് MTയുടേത് വിമർശനമാണ് എങ്കിൽ അത് സ്വാഗതാർഹമാണ്. കേരളത്തിലെ സാഹിത്യകാരന്മാരുടേത്, സാംസ്കാരിക നായകരുടേത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന പാർട്ടിയാണ് CPIM എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അല്ലല്ല, അത് എപ്പോഴാണ് പറഞ്ഞത്? MD ആയതുകൊണ്ടല്ലേ ഒരു ആക്രമണം ഉണ്ടാവാതിരുന്നത്. സൈബർ ഇടങ്ങളിൽ വളരെ കൃത്യമായി MDക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. ചില സഖാക്കൾ 4 കെട്ട് അളക്കാൻ വേണ്ടി ഈ പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടണമെന്ന് വരെയാണ് പറയുന്നത്. അല്ല, ഈ സൈബർ ആക്രമണങ്ങൾക്കൊന്നും പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്ന് വിനയേന്ദ്രനെ പോലുള്ളവർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? അല്ലല്ല, ഇവർ ഏത് കാര്യത്തിലാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്,
ആ കമ്മ്യൂണിസ്റ്റിന്റെ വീട്ടിലേക്ക് മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ വിട്ടതിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടുണ്ടോ? അന്നത്തെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം KK രമയെ വിധവയാക്കിയതിന്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ പാർട്ടി വലിയ റോള് ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഒരിടത്തും വഹിച്ചിട്ടില്ല. അതുകൊണ്ട് MDയുടെ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യാം അഭിലാഷേ. അതായത് ശ്രീ KP അങ്ങ് പറയുന്നത് പോലെ MDയുടെ കാര്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ MD വളരെ കൃത്യമായി ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. MDയെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു ശൈലി, ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു ശൈലി വളരെ മൃദുവായി ഈ അലുവ മുറിക്കുന്ന കണക്കെ എല്ലാവരെയും താലോലിച്ച് മീൻസ് അത് അങ്ങനെ തന്നെയാണ്. വളരെ പൗരുഷാത്മകമായി വിമർശനാത്മകമായി എഴുതുന്ന ആളല്ല MD. പക്ഷേ ആ MDക്ക് തുറന്നു പറയേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ അത്രമാത്രം സഹികെട്ടിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ട്, MD ഇനി നാളെ തൊട്ട് അങ്ങനെ അത്ര അലുവ മുറിക്കുന്ന പോലെ മാർദ്ദവമുള്ളതാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് സംശയമാണ്. അല്ല, ഞാൻ പറഞ്ഞത് വളരെ തീവ്രമായ വിമർശനങ്ങളൊന്നും MDയുടെ എഴുത്തുകളിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം വളരെ സോഫ്റ്റ് ആണ് പൊതുവിൽ. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നു. ഇനി നാളെ ഇവരെല്ലാം പറയാണ്, ആര് ജയരാജൻ അടക്കമുള്ളവർ പറയാണ് ഇത് പിണറായിക്കെതിരെ അല്ല, ഇത് ഉത്തര കൊറിയൻ കിം ജോങ് ഉന്നിനെതിരെയാണ്. ചിലർ പറയുന്നത് ഇത് സർസിപിക്കെതിരെയാണ്, മറ്റു ചിലർ പറയാണ് ഇത് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെതിരെയാണ്. അല്ല, ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് MD AKG സെന്ററിന്റെ മുമ്പിൽ പോയി ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയാണ് എന്ന് പറയും. അതിന്റെ ആവശ്യം ശ്രീ MDക്ക് ഉണ്ട് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? പിണറായി വിജയനേക്കാളും കേരള സമൂഹം കേൾക്കുന്നത്, കേരള മനസാക്ഷി ബ്രാൻഡ് വാല്യൂ കൽപ്പിക്കുന്ന ആളാണ് MD വാസുദേവൻ നായർ എന്നതിൽ സംശയം വേണ്ട. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ അന്ന് എനിക്കൊന്നും മഞ്ജുഷായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ അന്നും പറഞ്ഞു MDയുടെ വിമർശനം ഒരു വജ്രവാളാണ്. ആ വാൾ 2023 മാത്രമല്ല, അത് കാലങ്ങൾ എല്ലാ ഭരണാധിപന്മാരെയും തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കളിക്കും. നാളെ കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നാലും ഉണ്ടാകുമെന്ന് ഞാൻ സംശയാസ്പദമായി പറഞ്ഞേക്കാം. കോൺഗ്രസിന് ഏറിയമായ വിമർശനമുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രസന്റ് കാലഘട്ടത്തിൽ MD അത് വിളിച്ചു പറയുമ്പോൾ ബെസ്റ്റ് സ്യൂട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നതെന്ന് ചോദിച്ചാൽ അതിൽ പറയുന്ന 3 വിമർശനങ്ങൾ. ഒന്ന് ഫാസിസ്റ്റ്, ആ ഫാസിസ്റ്റ് പിണറായി വിജയനാണ്. 2 അധികാരത്തിന്റെ തിമിരം പതിച്ചത് പിണറായി വിജയനാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും താങ്കൾ പറഞ്ഞ ഈ MDയുടെ രചനകൾ പലപ്പോഴും തീവ്രമാണ് എന്നാണ് വ്യക്തിപരമായി എനിക്കുള്ള അഭിപ്രായം. കാരണം ചില നിരീക്ഷകരെങ്കിലും നിർമ്മാല്യം പോലെ ഒരു ചിത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുമോ എന്നതുകൊണ്ട്, എൻ്റെ ഒന്നും കാലഘട്ടത്തിലുള്ള ചിത്രം അല്ലെങ്കിൽ ഞാൻ ആ ചിത്രമൊക്കെ കാണുകയും അതിൻ്റെ തിരക്കഥയെക്കുറിച്ച് പിന്നീട് ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര തീവ്രമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല നിരീക്ഷകരും ഇങ്ങനെ ഒരു ചിത്രം ഈ കാലഘട്ടത്തിൽ ഇറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങിയാലുള്ളൊരു പുകിലിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അതെന്തായാലും നമ്മുടെ ചർച്ചാ വിഷയമല്ല. ശ്രീ സുവർണ പ്രസാദ്, ഇവിടെ വസന്ത് തന്നെ പറഞ്ഞ ഒരു വാക്ക്, അതായത് ഒരു വാളായി ഭരണാധികാരികൾക്ക് മുകളിൽ എപ്പോഴും ഉണ്ടാകും ഇത്തരം ചില വിമർശനങ്ങളും വിമർശകരും എന്ന് പറയുമ്പോൾ അതിൽ ഇടതുപക്ഷത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതിയോ? ഈ വ്യക്തിപൂജ എന്നത് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല സാഹചര്യം ആയി മാറുന്നില്ലേ? അതിന് ഉദാഹരണം BJPയിൽ തന്നെയില്ലേ? ഇപ്പോൾ നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയിലേക്ക് ആ പാർട്ടി കേന്ദ്രീകരിക്കുന്നുണ്ട് എങ്കിൽ ഈ വ്യക്തിപൂജ അതിൻ്റെ ഫോം മറ്റു പല തരത്തിലൊക്കെ ആയിരിക്കാം. ഏതാണ്ട് സമാനമായ സാഹചര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ലേ? ഇത്തരം ആരോപണങ്ങൾ അത് MD നടത്തുന്നതാകട്ടെ മുകുന്ദൻ നടത്തുന്നതാണ് എങ്കിൽ പോലും അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ പറഞ്ഞൊഴിയാൻ സാധിക്കുമോ ശ്രീ സുവർണ പ്രസാദ്? അല്ല, അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് MD പറഞ്ഞത്. MD പറഞ്ഞത് മോദിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, മറ്റേ EMSനെ മാതൃകയാക്കുന്ന ആൾക്കാരല്ലല്ലോ BJP നേതാക്കന്മാർ. EMSനെ ഞങ്ങൾ മാതൃകയാക്കാറില്ല. MD പറഞ്ഞത് EMSനെ മാതൃകയാക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ പറ്റി, അല്ലെങ്കിൽ വിപ്ലവ പാർട്ടികളെ പറ്റി ഇത്തരത്തിലുള്ള ഒരു വിശേഷണവും BJPക്കില്ല, അല്ലെങ്കിൽ BJP നേതാക്കന്മാർക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു തലത്തിൽ പിന്നെ BJPയെ പറ്റി പറയല്ലാതെ വേറൊരു മാർഗം ഇവർക്കില്ല. ഇപ്പൊ MD ഇങ്ങനെ പറഞ്ഞു, MDക്കെതിരെ ഇവർക്ക് പരസ്യമായി പറയാൻ പറ്റില്ല. കാരണം MDക്കെതിരെ ഇവർ പരസ്യമായി പറഞ്ഞാൽ അതിന്റെ തിരിച്ചടി എത്രത്തോളം വ്യാപ്തമുള്ളതായിരിക്കും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ പരസ്യമായിട്ട് MDയെ എതിർക്കുന്നില്ല. പക്ഷേ ഇവരുടെ സൈബർ ഇടങ്ങളിൽ എല്ലാം MDയെ എതിർക്കുകയാണ്. MD എന്താ പറയാ, സവർണ ഫാസിസ്റ്റ് ആണെന്നൊക്കെയാണ് ഇവരെ പല സൈബർ സഹാക്കളും പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ സാധാരണ ഉണ്ടാകുന്നത് പോലുള്ള ഒരു കടന്നലാക്രമണമൊന്നും ഇല്ല കേട്ടോ. എന്തായാലും
കടന്നലാക്രമണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് AKG സെന്ററിൽ നിന്നാണ് കടന്നലാക്രമണം ഉണ്ടാകുന്നത്. AKG സെന്ററിൽ നിന്നും അത്തരത്തിലുള്ള ഒരു കടന്നലാക്രമണം MTക്കെതിരെ നടത്തിയാൽ അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം MT പറഞ്ഞത് ഒരു പൊതുവികാരമാണ്. MT പറഞ്ഞത് കേരളത്തിന്റെ പൊതുവികാരമാണ്. ഇത് MT മാത്രമല്ല, ഇന്ന് M മുകുന്ദൻ പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് കഴിഞ്ഞ മാസം നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഇടതുപക്ഷവും UDFും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാതെ ആയിരിക്കുന്നു. കേരളത്തിൽ ഇരു മുന്നണികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അത് എല്ലാ കാര്യത്തിനും ഒരു വ്യത്യാസവും ഇല്ലാതായിരിക്കുന്നു എന്ന് കഴിഞ്ഞ മാസം M മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് MT പറയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് M മുകുന്ദൻ വീണ്ടും പറയുന്നത്. അതായത് ഇരു മുന്നണികളുമല്ലാത്ത ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിലെ എഴുത്തുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തിലെ എഴുത്തുകാർ അത് മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ്. ആ കേരളത്തിലെ ജനങ്ങളുടെ വികാരം BJP ആണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, BJP ആണോ എന്നൊക്കെ അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആ പൊതുവികാരം ഉൾക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പുതിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ സുവർണപ്രസാദ്? അങ്ങനെയെങ്കിൽ MTയെ പോലെ അല്ലെങ്കിൽ കേരളത്തിലെ സാഹിത്യകാരന്മാർക്കൊക്കെ അത് തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റക്കുറവൊക്കെ ഉണ്ടാകുമോ? നമുക്ക് ചേരുന്നത് ഈ രാഷ്ട്രീയമാണ് എന്ന് പറയാൻ മടി കാണിക്കുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഇവരൊക്കെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരാണ്. അത് എല്ലാവർക്കും അറിയാലോ. ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എഴുത്തുകാരാണ് ഇവരൊക്കെ. ഇവര് ഈ ഇടതുപക്ഷത്തിന്റെ എന്താ പറയാ, ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ ഇരട്ടത്താപ്പ്. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, മന്ത്രിമാര് പറയാം ദൈവത്തിന്റെ വരദാനമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി സെക്രട്ടറി പറയാം മുഖ്യമന്ത്രി സൂര്യനാണ്, കരിഞ്ഞ ഇടങ്ങിപ്പോകും. ഇവരെ ഈ കൊട്ടാരം വിദൂഷകന്മാർ പറയാണ് മുഖ്യമന്ത്രി കഴുകനാണ്, മുഖ്യമന്ത്രി ഫീനിക്സ് പക്ഷിയാണ്, മുഖ്യമന്ത്രി ആനയാണ്, ചേനയാണെന്നൊക്കെ. അത്തരത്തിലുണ്ടാവുമ്പോൾ ഇവരുടെ ഒരു പ്രതികരണം, ആ പ്രതികരണത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടുത്തെ കോൺഗ്രസിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും ഇടതുപക്ഷവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇവർ ഇന്ത്യ സഖ്യത്തെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മുടെ സാഹിത്യകാരന്മാർ ഇന്ന് പറയുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഭരണകർത്താക്കളെയാണ് പ്രധാനമായും വിമർശിക്കുന്നത്. അങ്ങനെ ഭരണകർത്താക്കളെ വിമർശിക്കുമ്പോൾ അതിൽ കോൺഗ്രസിനെ കുറിച്ചൊരു വിമർശനം എന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുമോ? കാരണം കേരളത്തിന്റെ ഭരണകർത്താക്കളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ കോൺഗ്രസിന് ഇടമില്ല, കേന്ദ്രത്തിലാണെങ്കിലും ഇടമില്ല. അപ്പോൾ ഭരണകർത്താക്കളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണാധികാരികൾ എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ അദ്ദേഹം ഒരു തുള്ളി ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പഴയ എഴുത്തിലെ വരികൾ ഓർമ്മിപ്പിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം അലർട്ട് ചെയ്യുന്നു. അദ്ദേഹം കിരീടം വെച്ചവരാണ് ചുറ്റുമുള്ളവർ എന്നത് ആ കിരീടത്തെക്കുറിച്ച് പറയുന്നു. അധികാരത്തിന്റെ രുചി അറിഞ്ഞവരാണ് എന്ന് പറയുന്നു. അതൊക്കെ സ്വാഭാവികമായും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന അതിൽ കേന്ദ്രമാകട്ടെ കേരളമാകട്ടെ ആ സൂചനയല്ലേ മുകുന്ദൻ നൽകുന്നത്? അല്ലെ, M മുകുന്ദൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. M മുകുന്ദൻ ഒരു മാസം മുന്നേ കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന ഒരു പരിപാടിയിൽ കൃത്യമായി പറഞ്ഞു, ഇടതുപക്ഷവും UDFും തമ്മിൽ ഒരു വേർതിരിവും ഇല്ലാതായിരിക്കുന്നു കേരളത്തിൽ. കാരണം ഇത് രണ്ടും ഒരേപോലത്തെ ശക്തിയായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ നിന്നാണ്. UDF വലതുപക്ഷം എന്നല്ല, അതൊരു അദ്ദേഹം ഉദ്ദേശിച്ച ആശയധാരയാണ്. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഇടതുപക്ഷവുമായി ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റുകൾ ഇടതല്ല, ലെഫ്റ്റ് അല്ല, പ്രോ ലെഫ്റ്റ് അല്ല, അവർ മിഡിൽ ലെഫ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അവിടെ റൈറ്റ് വിങ്ങിലേക്ക് അവർ മൂവ് ഓൺ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് അങ്ങേക്ക് മനസ്സിലാവാതെ തന്നെ കുഴപ്പമില്ല. അല്ല, അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ആശയധാരയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്, ശ്രീ ബേസിൽ ജോൺ ആണ്. ബേസിൽ ജോൺ കുറെ നേരമായി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയുടെ പാനലിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോ സഹയാത്രികരോ ആണ് ഉള്ളത്. ബേസിലിനെ സംബന്ധിച്ചിടത്തോളം ബേസിൽ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നു. പിന്നീട് അതിൽ നിന്ന് അടർന്നു മാറുകയും ഒരു പ്രദേശത്തെങ്കിലും ബേസിലിൻ്റെതായ തരത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത്തരം ചില രാഷ്ട്രീയ പുഴുക്കുത്തുകൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെ നേരിടുന്നു എന്നതുകൊണ്ട് അതിനോട് വിമുഖത കാണിച്ചിട്ടുള്ള ആളാണ് ബേസിൽ എന്നുള്ളതാണ്.
ബേസിലിനെ പോലെ ഒരു സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്തുമ്പോൾ ഈ സാഹിത്യകാരന്മാരുടെ, അതായത് മലയാളത്തിന്റെ അഭിമാനമായ MTയും മുകുന്ദനുമൊക്കെ പറഞ്ഞു വെക്കുന്ന വിമർശനങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ബേസിൽ? ഇവരെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങളെ പറ്റി ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ MT വാസുദേവൻ നായർ ഒരു സാധാരണ വ്യക്തിയല്ല. നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക മേഖലയിൽ അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ വളരെയധികം ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ക്ഷിപ്രകോപിയായ മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുമ്പോൾ ആ അഭിപ്രായം അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ വികാരം അല്ലെങ്കിൽ മനസ്സിൽ എത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിട്ടാണ് അദ്ദേഹം അങ്ങനെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്രയും എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിലും യാതൊരുവിധ പ്രതിസന്ധികളും ഇല്ലാതെ ഒരു ഫോൺ കോളിലൂടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്ത് എവിടെയോ കാര്യങ്ങൾ നടത്തുവാൻ കഴിയുന്ന അദ്ദേഹം ഇത്രയും ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പലപ്പോഴും കാണുന്നത്, ഈ മുൻനിര നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ മുൻനിര ആളുകൾക്കോ മാത്രമേ ഇത് മനസ്സിലാകാതെ പോകുന്നുള്ളൂ. ഞാനൊരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തിലും അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ നിരവധിയായ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം ഈ കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പറ്റി തന്നെയാണ് ഇത് പറഞ്ഞത്, ഇവിടുത്തെ ഇടതുപക്ഷ ഭരണ സംവിധാനത്തെ പറ്റിയാണ് MT വാസുദേവൻ നായർ പറഞ്ഞതെന്ന് അവർക്ക് വളരെ സുവ്യക്തമാണ്. അതിന് കാരണം സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് എത്രത്തോളം പറഞ്ഞാലും മനസ്സിലാകാത്തത് നേതൃത്വ നിലയിലുള്ളവർക്ക് മാത്രമാണ്. ആദ്യം ഈ ഭരണം വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഉപദേശകരായിരുന്നു, പിന്നീട് അത് സ്തുതിപാഠകരായി, അവസാനം ഇപ്പം വ്യക്തിപൂജകളുടെ അല്ലെങ്കിൽ വ്യക്തിപൂജ ചെയ്യുന്ന ആളുകളായി. നമ്മൾ എപ്പോഴും ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം, ഓരോ ദിവസവും ഓരോ മന്ത്രിമാര് അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ അല്ലെങ്കിൽ പാർട്ടി മേലധികാരികളെല്ലാം ഓരോ അഭിപ്രായങ്ങൾ പറയുവാണ് മുഖ്യമന്ത്രിയെ പറ്റി. അദ്ദേഹം ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ട് ബഹുമാനായ സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം അതൊന്നും സപ്പോർട്ട് ചെയ്തില്ലെന്ന്. പക്ഷെ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ മറുപടി അല്ലെങ്കിൽ അവരൊരു തിരിച്ച് അവർ സഹായം ചെയ്യുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുമൊന്നുമല്ല, പക്ഷെ അവര് സമരം ചെയ്തപ്പോൾ പോലീസുണ്ട്, ഇവിടെ നിയമ സംവിധാനമുണ്ട്. മുൻകാലങ്ങളിലെല്ലാം സമരം ചെയ്യുന്നവരെ മറുപാർട്ടിക്കാരല്ല അടിച്ചുകൊണ്ടിരുന്നത്. സമരം ചെയ്തവരെ ചെടിച്ചട്ടി വെച്ച് തല അടിച്ച് പൊട്ടിക്കുന്നത് ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ? രക്ഷാപ്രവർത്തനമാണെന്ന്. ഒരു ഭരണാധികാരി ഒരിക്കലും ഈ നാട്ടിലെ ഇതുവരെയുള്ള ഈ കാലഘട്ടത്തിലുള്ള ഒരു ഭരണാധികാരികളും പറയാത്ത രീതിയിലുള്ള ന്യായീകരണമാണ് അദ്ദേഹം നടത്തുന്നത്. ആ ന്യായീകരണത്തിന് കാരണം എന്താ? ഈ ന്യായീകരണം അദ്ദേഹത്തിന് കിട്ടുന്ന സ്തുതിപാഠകരുടെ കിട്ടുന്ന വാക്കുകൾ അദ്ദേഹത്തെ വ്യക്തിപൂജ ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. ഇവിടെ വരുന്ന കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഇനി ഇപ്പോൾ നടത്തിയ ഈ അഴിമതി കഥകളോ മറ്റ് കള്ളക്കടത്തുകളോ സ്വർണ്ണ കള്ളക്കടത്തുകളോ ഒക്കെ വരുമ്പോഴും കുറച്ച് ആളുകൾ ഇതിനെ സ്തുതി പാടുകയാണ്, അല്ലെങ്കിൽ വ്യക്തിപൂജ നടത്തുകയാണ്. ഇനി അദ്ദേഹം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം ചെയ്താൽ പോലും അവരത് ന്യായീകരിക്കും. നാട്ടിലെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ CPM അനുഭാവികൾ എന്ന് ഞാൻ പറയുന്നില്ല, CPM മുൻനിര നേതാക്കന്മാർ മാത്രമാണ് അല്ലെങ്കിൽ സജീവ പ്രവർത്തകർ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കുന്നത്. ഈ ക്രിമിനൽ സ്വഭാവമുള്ള പ്രവൃത്തി ചെയ്താലും എന്നല്ല, താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു. അതായത് മുഖ്യമന്ത്രിയെ പോലെ, മുഖ്യമന്ത്രി തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള മുഖ്യമന്ത്രി നവകേരള യാത്ര നടത്തുന്നു. ആരുമായി? സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരുമായി. അവിടെ കരിങ്കൊടി കാണിക്കുന്നവരെ രക്ഷിക്കാനെത്തുന്നു. ആര്? യുവാക്കൾ ആയ CPIMന്റെ ആളുകൾ, അല്ലാതെ പോലീസല്ല. അതിനെയാണ് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ. അതിൽ പരം ഒരു ക്രിമിനൽ സ്വഭാവം എന്താണ്? അതൊരു തരം ആൾക്കൂട്ട ആക്രമണമാണ്. അങ്ങനെയായി മാറിയിട്ടുണ്ട്. അതിനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്തുതി പാടുകയാണ്. താങ്കൾ ഈ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഓർത്തെടുക്കുന്നത്, ഇതേ നവകേരള സദസ്സിൽ അദ്ദേഹത്തിന്റെ തന്നെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ ഒരു പ്രസംഗം നടത്തിയപ്പോൾ വേദിയിൽ തന്നെ അദ്ദേഹം തിരുത്തുന്നു, ചാഴിക്കാടന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ അങ്ങനെ തിരുത്താൻ ശേഷിയുള്ള മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ അടക്കം ഈ ന്യായീകരിച്ച് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതും പല കാര്യങ്ങളും ഈ സ്തുതി പാടുന്നതിനോടൊക്കെ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ നിശബ്ദത പുലർത്തുകയും ചെയ്യുന്നത്. അതൊരു തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള നിശബ്ദത തന്നെയാണ്. ശരിക്കും അതെ, തെറ്റ് ചെയ്യുന്ന പോലെ തന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടുത്തെ സംവിധാനത്തിൽ ആര് പറഞ്ഞാലും പോലീസ് കേസെടുക്കില്ല. കാരണം ഇന്നത്തെ ഒരു സാധാരണ സംവിധാനത്തിൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല ഇവിടെ.
അത് നമ്മളൊരു ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ ചെന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നവര് നീതിമാന്മാരായും ഒരു കുറ്റം ചെയ്യുമ്പോൾ അതിന്റെ വിഷമത അനുഭവിക്കുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് കേസ് കോംപ്രമൈസ് ആകേണ്ട അവസ്ഥ വന്നിരിക്കുക. അപ്പം നീതിയുടെ ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്നാൽ ഈ സ്തുതിപാഠകർ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ സഹകരണ ബാങ്കിലും സഹകരണ മേഖലയിൽ നടന്ന അഴിമതി നടന്ന കോടിക്കണക്കിന് രൂപ സാധാരണക്കാരനായ ആളുകളെ ലൂട്ട് ചെയ്ത് പോയിട്ടും അതിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കാത്തത്. കാരണം ആ നിലപാടെടുത്താൽ സ്തുതിപാഠകരുടെ എണ്ണം കുറയും, വ്യക്തിപൂജക്കാരുടെ എണ്ണം കുറയും. അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. കാരണം ഈ നേതാക്കളെല്ലാം ഇതിന്റെ പങ്കാളികളായതുകൊണ്ടാണ് ഇത്രത്തോളം രൂക്ഷമായി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ആളുകളെ പല രീതിയിൽ ഭരണ രീതിയിൽ പിരിവെടുത്തും അതുപോലെ തന്നെ സജീവമായ പിരിവിലൂടെയും പാർട്ടി പിരിവിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും വിലവർദ്ധനയിലൂടെയും വൈദ്യുതിയും അതുപോലെ തന്നെ വെള്ളക്കരവും എല്ലാം ഉയർത്തി പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകൾ സ്വന്തം കുടുംബത്തിന്റെ ആവശ്യത്തിനോ സ്വന്തം ചികിത്സയുടെ ആവശ്യത്തിനോ ഒക്കെ വേണ്ടി ബാങ്കിൽ, പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും വിശ്വാസ്യത ഉണ്ടായിരുന്ന ഏറ്റവും നന്മയായി നിന്ന സഹകരണ ബാങ്കുകളിൽ കൊണ്ട് പൈസ ഇടുന്നത്. ആ പണം പോലും ലൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം നേതാക്കളുടെ പിന്തുണയോടെ കൂടിയാണ്. മുഖ്യമന്ത്രി പറയുകയാണ് നാളെ ഒരു ദിവസം ഈ സഹകരണ മേഖലയിൽ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണം, ഈ കൊള്ള നടത്തിയ എല്ലാവരും ജയിലിലാവണം, അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്ന് മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞാൽ അന്ന് തീരൂ വിഷയം. പക്ഷെ പറയില്ല. കാരണം സ്തുതിപാഠകരാണ് ചെയ്തിരിക്കുന്നത്, വ്യക്തിപൂജ നടത്തുന്നവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെ എങ്ങനെ എതിർക്കാൻ പറ്റും? അത് എതിർക്കാത്തത് കൊണ്ടാണ് അഴിമതി ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. ഞാനിപ്പം മുഖ്യമന്ത്രിയായിട്ട് ഉപമിക്കൊന്നും അല്ല, എങ്കിലും ഞാനിങ്ങനെ പെട്ടെന്ന് ഈ ചർച്ചയിൽ ഓർക്കിയത് ഗുർമീത് സിംഗ് ഹരിയാനയിൽ അദ്ദേഹം 2 കോടി അണികളുള്ള ആളാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അത് സ്തുതിപാഠകർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്താലും എന്ത് ക്രൂരകൃത്യം ചെയ്താലും സ്തുതിപാഠകരും വ്യക്തിപൂജക്കാരും പൂജിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ അവസാനം അറിയാലോ. ഞാൻ ഇനി ചർച്ചയിൽ വന്നിട്ട് മുഖ്യമന്ത്രി അദ്ദേഹമായിട്ട് ഉപമിച്ചു എന്നൊന്നും പറയരുത്, കാരണം ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷേ സാഹചര്യം അങ്ങനെ ആയിത്തീരും. മുഖ്യമന്ത്രി അല്ലെങ്കിൽ അടുത്ത വരുന്ന നേതാവ് അങ്ങനെ ആയിത്തീരും. കാരണം സ്വന്തം അണികൾ നേതാവിനെ തിരുത്താൻ തയ്യാറായില്ല. ബഹുമാനായ ശ്രീനിവാസൻ സാർ പറഞ്ഞു ഓർക്കുന്നുണ്ട്, സ്വന്തം അണികൾ എന്നാണോ നേതാവിന്റെ തെറ്റുകൾ തിരുത്തി പറയുവാൻ അല്ലെങ്കിൽ നേതാവിനോട് തെറ്റുകൾ എന്ന് പറയുവാൻ തയ്യാറാവാത്തോടത്തോളം കാലം നമ്മുടെ നാടും രാഷ്ട്രീയവും നശിച്ചു പോവുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഒരു നേതാവിനെയും അല്ലെങ്കിൽ നേതാവ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയുവാൻ വേണ്ടി എന്തായാലും ബേസിൽ പറഞ്ഞ കാര്യമാണ് ശ്രീ ഉമേഷ് ബാബു നേരത്തെ സൂചിപ്പിച്ചത് എന്നാണ് എനിക്കും ബോധ്യപ്പെട്ടത്. കാരണം ഈ പറയുന്നത് പോലെ ഗുർമീതിന് കിട്ടിയതുപോലെയൊന്നുമുള്ള സ്തുതിപാഠകരില്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നത് കൊണ്ടായിരുന്നിരിക്കാം അത്. അതിൽ നിന്ന് കാര്യങ്ങൾ മാറുന്നു. അതാണ് നമ്മുടെ ഭൗതികതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാലഘട്ടം മാറിയെന്ന് ഉമേഷ് ബാബു പറഞ്ഞത് എന്നാണ്. ശ്രീ ഉമേഷ് ബാബു, എന്തായാലും ബേസിൽ പറഞ്ഞെടുത്ത് സാധാരണക്കാരുടെ ഒരു ആകെത്തുകയുണ്ട് എന്നാണ് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്. ബേസിലിന്റെ വാക്കുകളിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് സാധാരണക്കാരായ നാട്ടിൻപുറത്ത് ജനങ്ങളുടെ വികാരം അതൊക്കെയാണ് പ്രതിധ്വനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലൊക്കെ ആണെങ്കിലും ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഇത്തരം വിമർശനങ്ങൾ ഗൗരവമായി എടുക്കും, അത് വിമർശനമാണ് MT ഉദ്ദേശിച്ചത് എങ്കിൽ ആണ്, അല്ലാതെ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമില്ല. വിമർശനമാണ് എങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹമെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടിയിൽ ആർക്കൊക്കെയോ ചില എതിർപ്പുകൾ ഉണ്ടാകാം. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ സൂര്യനാണല്ലോ മറുഭാഗത്തുള്ളത്. അതിപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്കും അങ്ങനെ ഈ സൂര്യൻ്റെ അടുത്തേക്ക് അടുക്കാനൊക്കെ ഒരു ഭയമുണ്ടാകില്ലേ? അതാണോ സാഹചര്യം? അല്ല, ഇതിപ്പോ CPM എനിക്ക് തോന്നുന്നില്ല MT വാസുദേവനാർക്ക് മാത്രമല്ല, ഈ പറയുന്ന M3-നും ഈ പറയുന്ന അത്യുത്തര കേരളത്തിലെ വലിയ എഴുത്തുകാർക്ക് ആർക്കെങ്കിലും CPM നന്നാവും എന്നുള്ളൊരു തോന്നലിന്റെ പുറത്താണ് ഇവരിതൊക്കെ പറയുന്നതെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. കാരണം നേരത്തെ കേട്ട കാര്യമില്ലേ, ലിഞ്ചിങ്ങിന്റെ ശ്രമങ്ങളെ ന്യായീകരിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന പണി രക്ഷാപ്രവർത്തനമാണെന്ന് പരസ്യമായി പലവട്ടം ന്യായീകരിച്ച ഒരു മുഖ്യമന്ത്രി ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഇപ്പൊ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആൾക്കൂട്ടക്കൊല ലിഞ്ചിങ് ഉണ്ടായിട്ടുണ്ട്. പേരിനെങ്കിലും അവിടുത്തെ മുഖ്യമന്ത്രിമാർ അതിനെ എതിർക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ എന്താ ചെയ്തത്? ഇതേ രക്ഷാപ്രവർത്തനം ലിഞ്ചിങ് ആണ്. കാരണം ശേഷം ഈ ഇപ്പോ ജാമ്യമൊക്കെ കിട്ടി വരുന്നവരെ വലിയ പൂമാലയിട്ടൊക്കെ സ്വീകരിക്കുന്നുണ്ട് പാർട്ടി. അതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും തിരുത്തുണ്ടാകുമെന്ന് അങ്ങനെയാണ്. ഇപ്പൊ ഈ മുകുന്ദന്റെ ഇന്നത്തെ വിമർശനം ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കും. മുകുന്ദൻ 2-3 ആഴ്ച മുമ്പാണ് അദ്ദേഹം ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന അനുസ്മരണം, ഈ പത്രത്തിൽ വരുന്ന അനുസ്മരണത്തില് പിണറായി വിജയനെ കൈയൊഴിയുന്ന സൂചന നൽകിയിട്ട് ജോർജ് ഓർവെലിന്റെ ശവകുടീരം കാണാൻ പോയ അനുഭവമായി ചേർത്തിട്ട് പിണറായി വിജയനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പേരെഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം.
അതാണ് ഓർവൽ ചോദിക്കുന്നതായിട്ട്. ഓർവലിനെ പോലെ സമഗ്രാധികാരത്തിന്റെ എക്കാലത്തെയും വലിയ വിമർശനമായിരുന്ന ഓർവല് നിങ്ങൾ പിണറായി വിജയന്റെ ഒരു അനുയായി ആണല്ലോ, എങ്ങനെ നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റും തന്നോട് ചോദിച്ചതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൂചന അതിനുശേഷമാണ് ഇത്ര ആഴ്ചകളായി ഈ സൂചന. അതിനൊരു ബംഗാൾ അധ്യായമുണ്ട്, നമുക്കറിയാലോ. MT വാസുദേവൻ നായരുടെ ഒക്കെ ഒരു നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ബംഗാളിയിലെ ഒരു എഴുത്തുകാരി, അടുത്ത കാലത്ത് അനിര്യാതയായ ശ്രീമതി മഹേശ്വര ദേവിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അതെ, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ബംഗാളി എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീദി എന്ന് എല്ലാവരും വിളിച്ചിരുന്ന മഹേശ്വര ദേവിയാണ്. കുടുംബത്തോടെ CPM-ഉം കമ്മ്യൂണിസ്റ്റുകാരും ആയിരുന്ന ആളുകൾ, കുടുംബത്തോടെ ആയിരുന്ന ആളുകളാണ്. അവരുടെ പാരമ്പര്യം ഗംഭീരമാണ്. അവര് ഈ മഹേശ്വര ദേവി ഈ പറയുന്ന എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യോട് ഇക്കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പോകാതിരുന്നാൽ സമ്പൂർണ്ണ നാശമായിരിക്കുന്നു. ബംഗാളിൽ പറഞ്ഞു, ഇന്ത്യയിൽ ഉടനീളം പറഞ്ഞു. 2008 കോഴിക്കോട് വന്നിട്ട്, അതാണ് ഞങ്ങളൊക്കെ കൂടി അവരെ കോഴിക്കോട് വിജയമാഷ് നേതൃത്വം നൽകിയ അധിനിവേശ പ്രതിരോധ സമിതിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിൽ പറഞ്ഞു, ഇന്ത്യയിൽ ഉടനീളം നടന്നു പറഞ്ഞിട്ട് അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും അവര് വലതുപക്ഷമായി തീർന്നു എന്ന് പരിഹസിച്ച ഒരു അവസ്ഥയാണ് CPM എന്ന് പറയുന്നത്. ഇവർക്ക് ഈ പാർട്ടിയുടെ ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്, ദീർഘകാലം മുമ്പൊന്നുമല്ലല്ലോ. ഈ 21ാം നൂറ്റാണ്ടിൽ തന്നെയാണ് CPM ബംഗാളിലെ മുഴുവൻ നന്ദിഗ്രാം സംഭവത്തെ തുറന്നിട്ട് സിംഗൂരും നന്ദിഗ്രാം ഉണ്ടാക്കിയപ്പോ ബംഗാളിലെ മുഴുവൻ CPM-മായി ചേർന്ന മഹാഭൂരിപക്ഷ എഴുത്തുകാരും ഒലിച്ചു പോയിട്ട് തിരുത്തണമെന്ന് പറഞ്ഞിട്ട് തിരുത്താൻ ഒരു ചെറു വിരൽ അനക്കിയിട്ടുള്ള CPM. അന്നുണ്ടായിരുന്ന കേന്ദ്ര നേതൃത്വം ഇപ്പോഴും ഉള്ളത് CPM-ന്. അന്നുണ്ടായിരുന്ന ആളുകൾ തന്നെ ആള് മാറിയിട്ടുണ്ടോ? ബിമൻ ബസു മാറിയിട്ടുണ്ടോ? പ്രകാശ് കാരാട്ട് മാറിയിട്ടുണ്ടോ? സീതാറാം യെച്ചൂരി മാറിയിട്ടുണ്ടോ? എനിക്ക് സീതാറാം ഒക്കെ വലിയ ധൈഷണിക ശേഷിയുള്ള ഒരാളാണ്. അയാളെ കുറിച്ചൊക്കെ എനിക്ക് സഹതാപം തോന്നുന്നത്, കേരളത്തില് ലിഞ്ചിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പണി മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗമായ മനുഷ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് സ്വകാര്യമായി പറയാനുള്ള ഒരു ആർജവം ആ മനുഷ്യൻ കാണിക്കണ്ടേ? അതുകൊണ്ട് MT വാസുദേവൻ നായരോ മുകുന്ദനോ കേരളത്തിൽ ആര് പറഞ്ഞാലും CPM-കാർക്ക് അത് ഉൾക്കൊള്ളാനാവില്ല. കാരണം അത് ഈ പാർട്ടി ചെന്നുപെട്ടിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധി പ്രത്യേകിച്ചുണ്ടല്ലോ. ഈ 2003 എപ്പോഴോ MT ലേഖനം എഴുതട്ടെ, MT ആ ലേഖനത്തിൽ ഒരു വലിയ ചിന്തകനെ ഉദ്ധരിക്കുന്നുണ്ട്. അത് വിൽഹം റീഹാണ്. വിൽഹം റീഹിനെ കുറിച്ച് നിങ്ങളുടെ വല്ലാത്തൊരു ചാനലിൽ ഒരു 5-10 മാസം മുമ്പ് വിശദമായി സംസാരിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഈ പിണറായി വിജയൻ CPM സർക്കസിനെ കുറിച്ച് പറയുമ്പോഴാണ് സമഗ്രാധിപത്യത്തെ വിമർശിച്ച വിയന്നയില് ഈ ലെജൻഡറി ആയിട്ടുള്ള സാക്ഷാൽ മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ആളായിട്ട് കരുതുന്ന ഫ്രോയിഡിന്റെ അപ്രന്റീസ് ആയിരുന്ന, ലോക ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഒരാളായിരുന്ന, പിന്നീട് സവിശേഷമായ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ജയിലറയിൽ കടന്നു മരിച്ചിട്ടുള്ള വിൽഹം റീഹുണ്ട്. റീഹിനെ ഉദ്ധരിക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം ഈ പ്രസംഗത്തിൽ നിന്ന് റീഹിനെ കുറിച്ച് പറയുന്നുണ്ട്. 45-ല്, അതാണ് എനിക്ക് CPM-ന്റെ പ്രതിനിധിയോടൊക്കെ പറയാനുള്ള ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. 1945-ല് ഈ പറയുന്ന പുസ്തകത്തിന് പുറമെ 45-ൽ അതിഗംഭീരമായ ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ബുദ്ധിയുള്ളവർക്ക് വായിച്ചെടുക്കാം. ലിസൺ ലിറ്റിൽ മാൻ, അല്പന്മാരെ കേൾക്കുന്നതാണ്. അതെങ്കിലും ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ എഴുതിയിട്ടുള്ള ഓരോ വാക്കും കേരളത്തിന്റെ ഈ ഇപ്പോഴത്തെ സന്ദർഭത്തിനാണെന്നാണെന്ന് കാണാൻ കഴിയും. പക്ഷെ ആര് വായിക്കും, ആര് തിരുത്തും? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, CPM-ന്റെ ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധി ഉണ്ട്. ആ രോഗത്തിന്റെ ഉൽപ്പന്നമാണ് ദൈവമായ പിണറായി വിജയൻ, CPM-മായ ഈ പറയുന്ന ഈ സൂര്യനായ പിണറായി വിജയൻ എന്നൊക്കെ പറയുന്ന. ഇത് ബംഗാളിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. ജ്യോതി ബസുവിനെ ആരും ഇതിങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല. പക്ഷെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാര്യം എത്തുമ്പോഴത്തേക്ക് കാര്യങ്ങൾ അവിടെ എത്തി. അതുകൊണ്ട് CPM തിരുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഈ പറയുന്ന വാക്കുകൾ എങ്ങനെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ MTക്ക് ഉണ്ടാവില്ല, മുകുന്ദൻ ഉണ്ടാവില്ല, ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല. പക്ഷെ അവരിന്നത് പറയാനുള്ള ആർജവം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ മനസാക്ഷിയുടെ, അന്ന് ബംഗാളിൽ ദീദി ചെയ്തതുപോലെ കേരളത്തിന്റെ മനസാക്ഷിയുടെ ഒരു പ്രവൃത്തിയായി കാണാനുള്ള വിവേകം, നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാകുമെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായി. അതാണ് ശ്രീ വിനയചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാശ്വേതാദേവിയും ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. MT വാസുദേവൻ നായരും അതെ. നേരത്തെ സുധീർ ഈ പ്രതികരണത്തിന് ശേഷം അത് അക്കാര്യം ഇവിടെ വസന്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. താൻ പറഞ്ഞ വാക്കുകൾ സമൂഹത്തിനെങ്കിലും
ചർച്ചയാകുന്നുവെങ്കിൽ അതാകട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നാണ് സുധീറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അതിനുശേഷം മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല MTയുടേത് എന്ന് താങ്കൾക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് സുധീറിന്റെ വാക്കുകളെ മാത്രമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ശേഷമുള്ള പ്രതികരണം, മുകുന്ദന്റെ പ്രതികരണമാകട്ടെ, അദ്ദേഹം പറയുന്നത് എന്താണ്? വോട്ടിനെ പ്രധാനമായി കാണണമെന്നാണ്. അതായത് വോട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ തിരുത്തൽ ശക്തിയായി വർദ്ധിക്കുന്നത്, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പുകളെ അടക്കം പ്രധാനപ്പെട്ടതായി കാണണമെന്ന് പറയുമ്പോൾ ആ സദസ്സിൽ നിന്നടക്കം വലിയ കയ്യടി ഉണ്ടാകുന്നുണ്ട്. അത് താങ്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് എന്താണ്? ശ്രീ ഉമേഷ് ബാബു സൂചിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബേസിൽ പറയുന്നത് പോലെ, ഇതിപ്പോൾ ബോധ്യപ്പെടാത്തത് നേതാക്കൾക്കാണോ, അല്ലെങ്കിൽ ഈ ബോധ്യപ്പെടൽ ഇല്ലായ്മ അത് തുടരുവാനാണോ സാധ്യത? ഏതെങ്കിലും തരത്തിലൊരു തിരുത്ത് ഇവരൊന്നും പാർട്ടിയിൽ പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. കാര്യം ക്രിയാത്മകമായ വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. നേരത്തെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപൂജ എന്ന് തോന്നിയിടത്തൊക്കെ ഇപ്പോൾ നമുക്കറിയാം ശ്രീ പി ജയരാജന്റെ കാര്യത്തിലെടുത്ത തീരുമാനം അങ്ങേക്കറിയാം. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി, അദ്ദേഹത്തിനോട് വീഴ്ച പറ്റി എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിയുകയും ചെയ്തു. സംസ്ഥാന റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്ന കാര്യമാണ്, അങ്ങേക്കറിയാം. ഇവിടെ അതെ ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു ആർമിയൊന്നും എൻ്റെ പേരിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം PJ ആർമി എന്നുള്ള അതിൻ്റെ പേര് അതിൻ്റെ പേര് വരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും വ്യക്തിപൂജയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയല്ല പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി ഈ പാർട്ടി സെക്രട്ടറി ആ ഒരു, അതായത് PJ ആർമിയുമായി ബന്ധപ്പെട്ടുണ്ടായതുപോലെ പോലുള്ള നിലപാട് പിണറായി വിജയന്റെ ആർമിയുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നുള്ളതാണ്. ഇല്ല, അവിടെ ശ്രീ അഭിലാഷ് ഒരു കാര്യം ഉണ്ട്. അവിടെ കൃഷ്ണനും അർജുനനുമായി ചിത്രീകരിക്കുന്നു എങ്കിൽ പിന്നെ അർജുനായി അദ്ദേഹത്തിന് എന്നെയും പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാമായിരുന്നല്ലോ. ഒരിക്കലുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ അത് തിരുത്തി തന്നെ പാർട്ടി പോകും. ഇനി ബഹുമാന്യനായ MD വിമർശനമാണ് എന്ന് പറഞ്ഞില്ലേ, ഈ സമൂഹത്തിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു, അത് മനസ്സിലാക്കി പോകുന്നത് നല്ലതാകുമെന്ന് ശ്രീ അഭിലാഷ് വളരെ വ്യക്തമായൊരു ചോദ്യം, വളരെ തീക്ഷ്ണമായൊരു ചോദ്യം നമ്മുടെ BJP വക്താവിനോട് ചോദിച്ചു, ശ്രീ സുവർണപ്രസാദിനോട് ചോദിച്ചു. അദ്ദേഹം ഒരു ഭരണാധികാരിയല്ലേ എന്ന്. ശ്രീ അഭിലാഷ്, നമ്മുടെ തൃശ്ശൂർ നടന്നൊരു കാര്യമുണ്ട്. ഇത് മോദിയുടെ ഗ്യാരണ്ടി 18 പ്രാവശ്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് BJPയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞില്ല? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് മാത്രമാണ് പറയുന്നത്. അല്ല, എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്നെ എന്റെയും പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയാണിതെന്ന് അദ്ദേഹം പറയുന്നില്ല, അല്ലെങ്കിൽ BJPയുടെ ഗ്യാരണ്ടിയാണിതെന്ന് പറയുന്നില്ല, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നു. ഇനിയിപ്പോ ശ്രീ സുവർണപ്രസാദ് സാഹിത്യകാരെല്ലാം മേന്മയുള്ളവരാണ് എന്ന് പറയുമ്പോൾ ശ്രീ അഭിലാഷ്, നമ്മൾ ഗൗരിയെയും പൻസാരയും ഒന്നും നമ്മൾ മറന്നിട്ടില്ല. തോക്കിൻകുഴലിലൂടെ അല്ലെങ്കിൽ സാഹിത്യ വിമർശകരെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ വെടിവെച്ച് വീഴ്ത്തിയ പാർട്ടിയുടെ സംസ്കാരമുള്ളവരാണ്. ആ സംസ്കാരമുള്ളവരാണ് പറയുന്നത് ഇവരെല്ലാം തിരുത്തപ്പെടുന്നു, ഇതെല്ലാം സാഹിത്യകാരന്മാരെല്ലാം കേരള ഭരണത്തെ തിരുത്തിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം അത് മറന്നുപോയ സാഹിത്യകാരന്മാരെയും മാധ്യമ പ്രവർത്തകരെയും തോക്കിൻകുഴലിലൂടെ വെടിയുണ്ടക്ക് ഇരയാക്കിയത് അദ്ദേഹം മറന്നുപോയി. ആരാണ് ഇവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിയത്? അല്ല, ശ്രീ സുവർണപ്രസാദ് അതിന്റെ ചരിത്രത്തിലേക്കും തെളിവുകളിലേക്കും പ്രതികളിലേക്കും വന്നിട്ടുള്ള രേഖകളുണ്ടല്ലോ. ശ്രീ സുവർണപ്രസാദ്, അങ്ങേക്കൂടെ എന്ന് പറയാം എന്താണ് തെളിവ് എന്ന്, ആരായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്, ഏത് പ്രവർത്തകരായിരുന്നു എന്നുള്ളവർ. ഇല്ല, നമ്മുടെ സമൂഹത്തിൽ ശ്രീ എം മുകുന്ദനെ വലതുപക്ഷവും ഇടതുപക്ഷവും ഒരുപോലെയാണ് എന്ന് പറയുന്നിടത്ത് അദ്ദേഹം മണിപ്പൂരിന്റെ കാര്യം പറയുന്നുണ്ട്. ശ്രീ സുവർണപ്രസാദ് അദ്ദേഹം മണിപ്പൂരിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, മണിപ്പൂരിന്റെ രക്തചൊരിച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്ത് ശാക്തീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വോട്ടിനു വേണ്ടി നിങ്ങൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ തള്ളിപ്പറഞ്ഞേനെ, അല്ലെങ്കിൽ ശ്രീ എം മുകുന്ദനെയും അത് ഇവിടെ പറയുന്നുണ്ട്. ശ്രീ അഭിലാഷ്, ഇന്ന് നമ്മുടെ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നു.
പാർട്ടിക്ക് ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, അത് സാഹിത്യകാരന്മാർ തുറന്നു പറയും. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ എപ്പോഴും തെറ്റുതിരുത്തൽ രേഖയുമായി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. ആ തെറ്റുതിരുത്തൽ രേഖ അല്ലെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്നും ക്രിയാത്മകമായ വിമർശനങ്ങളെ ജനാധിപത്യപരമായി നേരിട്ടുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയിവിടെ പറയുന്നു ഒരു ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത് ചാരത്തിൽ നിന്ന് രൂപം കൊണ്ട് വെൺമേഘങ്ങൾക്കിടയിലൂടെ പറന്നിറക്കുന്ന ഒരു പക്ഷിയാണ് ഫീനിക്സ് പക്ഷി. അദ്ദേഹം അങ്ങനെ താഴേക്കിടയിൽ നിന്നും വളർന്നു വന്ന ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിയ ആൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയോട് ഉപമിച്ചത് കൊണ്ട് സൂര്യനാണ് എന്ന് പറയുന്ന അദ്ദേഹം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഞാനത് പിൻവലിക്കുന്നില്ല. കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണങ്ങളെ ഒരു സൂര്യപ്രഭയോടുകൂടി തീഷ്ണമായി നേരിട്ട ചില നിലപാടുകളിലൂടെ സ്വീകരിച്ച ആൾ തന്നെയാണ് അദ്ദേഹം. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുവെങ്കിൽ അതിൽ കാര്യമുണ്ട്. എല്ലാ അന്വേഷണങ്ങളെയും 15ഓളം ഏജൻസികൾ ഇവിടെ അന്വേഷിച്ച കേസുകളുണ്ട്. അതിനെയൊക്കെ തീഷ്ണമായി നേരിട്ടുകൊണ്ട് നിലപാടുകൾ എടുത്തുകൊണ്ട് ശക്തമായി നേരിട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് സൂര്യനെ പോലെ ശോഭിക്കുന്നുവെന്നും അത്രയും തീഷ്ണതയുണ്ട് എന്നും തന്നെയാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതൊന്നും സ്തുതിപാഠകരല്ല, വാഴ്ത്തലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞു PJ ആർമിയെ പോലെയുള്ളതിനെ തിരുത്താനും തയ്യാറായിട്ടുണ്ട് എന്ന്. ഇതുപോലെ PJയിൽ വിശ്വാസമർപ്പിക്കുന്ന PJയെ സൂര്യനെ പോലെ കാണുന്ന ആളുകൾക്ക് അത് പറയാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷേ പിണറായിയെ കുറിച്ച് ആയിക്കോളൂ എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് യോജിച്ചു പോകാനാവുക എന്നതിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ശ്രീ സുവർണ പ്രസാദ് അദ്ദേഹം സൂചിപ്പിച്ച 1-2 പോയിന്റ് ഞാനും അത് തന്നെയാണ് ആവർത്തിച്ച് താങ്കളോട് ചോദിച്ചത്. BJPയിലേക്ക് വരുമ്പോഴും ഈ വ്യക്തിപൂജയിൽ കാര്യമായ മാറ്റമുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ വർത്തമാനകാല സാഹചര്യത്തിൽ MDയെ പോലെയുള്ള ആളുകൾ കേന്ദ്രത്തെയാണോ വിമർശിച്ചത് എന്ന് പൂർണ്ണമായും പറയാനാകില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ മുകുന്ദനെ പോലെയുള്ളവർ പറയുമ്പോൾ ഓരോ തുള്ളി ചോരയ്ക്കും ഒരു കിരീടത്തേക്കാൾ വിലയുണ്ട് എന്ന് പറയുമ്പോൾ മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളെ പ്രധാനമായി കാണണമെന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഈ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ആരോപണം മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ഇടതുപക്ഷത്തേക്കാണ് എന്ന് മാത്രം വിലയിരുത്തി പോകാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അല്ല, അതിന്റെ വേറൊരു പ്രശ്നം ഞാൻ പറയാം. ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് മോദി. ആ പ്രധാനമന്ത്രി നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. ഞങ്ങളുടെ അല്ല, അദ്ദേഹത്തെ മുൻനിർത്തി അടുത്ത തവണയും അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച മുദ്രാവാക്യമാണ്. BJP അംഗീകരിച്ച മുദ്രാവാക്യമാണ് മോദി ഗ്യാരണ്ടി. ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പറയൂ. അല്ലാതെ പിണറായി വിജയനെ പോലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഞങ്ങൾ വ്യക്തി ആരാധനയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു നേതാവിനെ മുൻനിർത്തിയല്ല മത്സരിക്കുന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കൊരു നേതാവുണ്ട്, അദ്ദേഹത്തിന് എന്താ പറയാ ജനങ്ങളുടെ അംഗീകാരമുണ്ട്. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? ആ മോദി ഗ്യാരണ്ടിയിൽ അദ്ദേഹം പറഞ്ഞ 18 ഗ്യാരണ്ടികളും ഇവിടെ പ്രാവർത്തികമാക്കിയ ഗ്യാരണ്ടികളാണ്. അല്ലാതെ പിണറായി വിജയനെ പോലെ ഒന്നും ചെയ്യാത്ത ഒരു ഭരണാധികാരിയല്ല അദ്ദേഹം. പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? പിണറായി വിജയൻ ചെയ്തത് തനിക്കെതിരെ ഇത് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഗൂഢാലോചനയ്ക്കും അല്ലെങ്കിൽ വധശ്രമത്തിനും കേസെടുക്കുക, അങ്ങനെയല്ല മോദി ചെയ്യുന്നത്. ഇതാണ് ഫാസിസം. മോദി ചെയ്യുന്നത് എന്താ? മോദി ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് പറയും. അതിലെന്താണ് തെറ്റ്? പിണറായി വിജയൻ എന്താണ് ചെയ്തത്? അല്ല, കേസൊക്കെ ദേശീയ തലത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ, അതൊക്കെ മാധ്യമ പ്രവർത്തകർ നോക്കും. അല്ല, അതൊക്കെ മാധ്യമ പ്രവർത്തകർ നോക്കട്ടെ. മാധ്യമ പ്രവർത്തകർ നോക്കുന്ന പോലെ ഞങ്ങൾക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയല്ലേ ഞങ്ങള്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ കേസെടുക്കുമ്പോൾ ഇവിടുത്തെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. പിണറായി വിജയന്റെ കാലത്തെ ദേശീയ തലത്തിലും ഉണ്ടായാൽ മതി, വളരെ സ്വാഗതമാണ്. മറ്റൊരു സംസ്ഥാനത്തുണ്ടോ? കേരളത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു? ഗൂഢാലോചന ചോദ്യുക, പ്രതിഷേധം കാണിക്കാൻ പാടില്ല. കാരണം പിണറായി വിജയൻ മഹാരാജാവാണ്. അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരു പ്രതിഷേധവും കാണിക്കാൻ പാടില്ല. 3 മാസമായിട്ടുള്ളൂ. വിഷയം ഇതല്ല.
ഗൗരി ലങ്കേഷിനെയും എഴുത്തുകാരെയും കൊന്ന സ്ഥാപനത്തിന്റെ ഓഫീസിലേക്ക് ചർച്ചയിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ പറയാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഗൗരി ലങ്കേഷിനെ കൊന്ന ആളുകളെ അറസ്റ്റ് ചെയ്തു. BJP ഭരിച്ചിരുന്ന കാലത്ത് മഹാരാഷ്ട്ര സർക്കാരാണ് അറസ്റ്റ് ചെയ്തത്. അവരാരാണെന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം. അതിന് ഇവരൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിപ്പിക്കുന്ന അതേ സാധനം അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ചെയ്തത്. അത് ഭാരതീയ ജനത ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ശരി പറയൂ. അപ്പോഴും റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും ശ്രീ ബേസിൽ അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടിട്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി തേടിയ ശേഷം ഞാൻ വസന്തിലേക്ക് വരാം. എന്തായിരുന്നു ബേസിൽ ചേർക്കാനുള്ളത്? അല്ല, എനിക്ക് ഈ ചർച്ച കേട്ടപ്പോൾ മനസ്സിലാകണം അദ്ദേഹം ഏതോ പാർട്ടി ക്ലാസ് കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അധിക്ഷേപിക്കണമെന്നല്ല കേട്ടോ, പക്ഷേ BJP പ്രതിനിധിയാണോ? അതെ. അദ്ദേഹം പാർട്ടി ക്ലാസ്സിൽ അദ്ദേഹം പാർട്ടി നിർദ്ദേശിച്ച നോമിനിയാണ് ഈ ചർച്ചയിലേക്ക്. അല്ല, ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഈ നമ്മുടെ രാജ്യത്തെ മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ല എന്നാണ്. കാരണം ബഹുമാനോട് സുഹൃത്ത് സൂചിപ്പിച്ച പോലെ മാധ്യമപ്രവർത്തകർ നടത്താൻ പറ്റില്ല. താങ്കൾ എവിടെയാണ്? താങ്കൾ ആദ്യം കേരളത്തിൽ നിന്ന് സംസാരിക്കും. അങ്ങനെയൊന്നും പറയുന്നത് താങ്കൾ കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ മതി, ഇന്ത്യയെ കുറിച്ച് പറയണ്ട എന്നൊന്നുമല്ല. സുവർണപ്രസാദ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും സുവർണപ്രസാദിന് ഉള്ള അതേ പരിഗണന ബേസിലുമുണ്ട്. അല്ലല്ല, അത് ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് തിരുത്താതിരിക്കാൻ പറ്റില്ല. ശ്രീ സുവർണപ്രസാദ് ഒരു അവതാരകൻ എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കത് തിരുത്താതിരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തെവിടെയും താങ്കൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ബേസിലിനും തുല്യമാണ്. താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെയധികം വൈകാരികമായിട്ട് തോന്നി. പക്ഷെ ഞാനത് കേട്ടിരുന്ന തന്നെ ഒരു സഹിഷ്ണുത, അതാണ് താങ്കൾക്കില്ലാത്ത. ഞാൻ കുറ്റം പറയാനോ തർക്കിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. പക്ഷേ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് BJPയും CPM എന്നുള്ള കാര്യം സത്യമാണ്. അത് ആരൊക്കെ നിഷേധിച്ചാൽ അത് തന്നെയാണ്. കേന്ദ്രത്തിൽ BJPക്ക് വേണ്ടി അല്ലെങ്കിൽ BJPക്കാർ മുഴുവൻ നരേന്ദ്രമോദിയെ വ്യക്തിപൂജ ചെയ്യുന്നു. കേരളത്തിൽ പിണറായി വിജയന് വേണ്ടി CPMകാർ വ്യക്തിപൂജ ചെയ്യുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെ. സ്വേച്ഛാധിപത്യ ഭരണം പോലെ ഏകാധിപതി ഭരണമാണ് രണ്ടും നടക്കുന്നത്. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, വിഷയം വേറെ ആയതുകൊണ്ട് ഞാൻ പറയാത്ത. കാരണം മോദി പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പെട്രോൾ വില എന്തായിരുന്നു, ഞാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെടില്ല. ജസ്റ്റ് അണികളൊന്ന് ചോദിക്കണം. അദ്ദേഹത്തിന്റെ നേതാക്കന്മാരൊക്കെ കാളവണ്ടി ഓടിച്ച് സ്കൂട്ടർ ഉന്തിയൊക്കെ ഈ നിരത്തുകളിലൂടെ കേരളത്തിലൂടെ നടന്നതാ, നമ്മളെല്ലാവരും കണ്ടതാ. അന്ന് ക്രൂഡ് ഓയിലിന്റെ വില 102 രൂപ. അതിനുശേഷം ക്രൂഡ് ഓയിലിന്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ 60 രൂപ വന്നപ്പം പെട്രോളിന്റെ വിലയും ഡീസലിന്റെ വിലയും 10-40 രൂപ കൂടി. അന്ന് നേതാക്കളോട് ചോദിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഒരു സാധാരണ BJP പ്രവർത്തനം ചോദിച്ചായിരുന്നെങ്കിൽ 1000 ഏറ്റുപിടിച്ചേനെ, 10,000 ഏറ്റുപിടിച്ചേനെ, ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റുപിടിച്ചേനെ. പക്ഷെ ചോദിക്കാൻ ധൈര്യമില്ല. കാരണം വ്യക്തിപൂജയാ. ചോദിക്കണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് വൈകാരികമായി കാണിക്കുന്ന ഈ പ്രതികരണം നിങ്ങളുടെ നേതാക്കന്മാരുടെ പാർട്ടി സദസ്സുകളിൽ ചോദിക്കണം. ഇങ്ങനെ സംഭവിച്ചല്ലോ, നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് പെട്രോൾ വിലയും ഡീസൽ വിലയും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വണ്ടി ഉന്തി സംസ്ഥാന നേതാക്കളെല്ലാം നിരത്തിലൂടെ നടന്നല്ലോ. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില പകുതിയായപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചോദിക്കണം. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാത്തിടത്താണ് വ്യക്തിപൂജ എന്ന് പറയുന്നത്. ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ എന്നാണോ നാട്ടിൽ അണികളുടെ ഇടയിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ സമ്മർദ്ദം മൂലം വീർപ്പ് മുട്ടി ഒരു ദിവസം ചോദ്യം ചോദിക്കും, ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ ആ മാറ്റം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകണം. പോയില്ലെങ്കിൽ ഈ നാട് അവസാനം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് എത്തും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ചർച്ചയിൽ സമയം കുറവായതുകൊണ്ട് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ എന്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഈ ചർച്ചകൾ വന്നിരിക്കുമ്പോൾ നമ്മൾ ഈ ചർച്ച ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും കേൾക്കുന്നതാണ്. ഈ ചർച്ച കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ഇളിഭരാവരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ചെയ്യുന്ന മാധ്യമങ്ങളോടുള്ള അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലെ മാധ്യമങ്ങളെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് ഉയർത്തി നിർത്തുക എന്നൊക്കെ കേട്ടിരിക്കുന്നവർക്ക് തോന്നും. പക്ഷെ നമ്മളെല്ലാം ഈ പത്രം വായിക്കുന്നവരല്ലേ, നമ്മളെല്ലാം TV കാണുന്നവരല്ലേ. നമ്മൾക്കറിയാമല്ലേ എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ, ഞാൻ പേരെടുത്ത് പറയണ്ടല്ലോ, കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പൂട്ടാൻ വേണ്ടി മുൻപിൽ നിന്നു, പൂട്ടിച്ചു. എന്ത് മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന്റെ മാധ്യമ സ്വാതന്ത്ര്യം കുറവാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ പരിഗണിക്കുന്നില്ല, ആക്രമിക്കുന്നു പറയാൻ കഴിയുക? അപ്പൊ സ്വയം പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ അടുത്ത കാലങ്ങളിലെങ്കിലും ഒരു 10 വർഷത്തിനുള്ളിലെങ്കിലും നാട്ടിൽ നടന്ന സംഭവങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒരു ഭരണം മാറുമ്പോഴത്തേക്കും പെട്ടെന്ന് മാറ്റി പറയുക എന്ന് പറയുന്ന സ്വഭാവം ചെയ്യരുത്. അതാണ് ഈ രണ്ട് മുന്നണികളും, പ്രത്യേകിച്ച് ഞാൻ പറയാം BJPയും CPMഉം, അതായത് NDAയും LDFും ചെയ്യുന്ന ഇത് തന്നെയാണ്. ഭരണമുള്ളപ്പോൾ
എല്ലാത്തിനെയും ന്യായീകരിക്കും, ഭരണമില്ലാത്തപ്പോൾ എല്ലാത്തിനെയും എതിർക്കും. ആ നിലപാട് മാറണം. ആ നിലപാട് മാറിയാൽ മാത്രമേ ഈ നാട്ടിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കാലം വിദൂരമല്ല, ഒരു മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന് ബഹുമാനായി സൂചിപ്പിച്ച പോലെ ഒരു മാറ്റം ഉണ്ടാവും. തീർച്ചയായും ഭരണത്തിലിരിക്കുന്നവർക്കെതിരെയാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ പറ്റി പറയുമ്പോൾ പെട്രോൾ വില വർധനവിനെ പറ്റിയും ആനാന്ന് പറയുന്നത് നരേന്ദ്രമോദി ഇനിയിപ്പോൾ എന്തായാലും അതിനൊരു പാർഷ്യാലിറ്റി വിചാരിക്കേണ്ട. ഞാൻ ബേസിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം. ഇതിപ്പോൾ ബേസിൽ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് LDF സർക്കാരാണ്, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് BJP ആണ്. ഈ രണ്ട് സർക്കാരുകൾക്കിടയിലെയും വ്യക്തിപൂജയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു നേതാവുണ്ട്. ആ നേതാവിനെ ഉയർത്തിക്കാട്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ പക്ഷേ ബേസിൽ എന്താണ് പറഞ്ഞത്? ആ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ജനദ്രോഹപരമായ വിഷയങ്ങളെ ഈ BJP ചോദ്യം ചെയ്യണം. BJPയുടെ അണികൾ എനിക്ക് ഒറ്റ കാര്യം, രാജാവ് പാർട്ടി സംവിധാനമുണ്ട് സുഹൃത്തെ. ശരി. അവിടെ സുവർണപ്രസാദ്, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇത്തരം രാജാക്കന്മാരുണ്ടോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അത് താങ്കൾ ദയവായി മനസ്സിലാക്കുക. അല്ലാതെ തീർച്ചയായും അതിനുള്ള പ്രധാനമന്ത്രി ഞാൻ മോദി ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി അല്ല, BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനമാണ് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം. ഞാൻ വളരെ പെട്ടെന്ന് അതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വസന്തിലേക്ക് കൂടി പോകണം. അതിനു മുമ്പ് ബേസിൽ എന്തായാലും ഈ രണ്ട് വിമർശനം മുഖ്യധാരാ പാർട്ടികളെ സംബന്ധിച്ച് ഉയർത്തി. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ വ്യക്തി പൂജയും ആരാധനയും ഒക്കെ നടക്കുന്നുവെന്ന് ബേസിലിന് നിരീക്ഷണം വല്ലതുമുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. മറ്റു പാർട്ടികളെ, മറ്റു മുന്നണികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൽ അത് കുറവാണ്. എങ്കിൽ കൂടി ഉണ്ട്. ഞാനിപ്പോ സ്വതന്ത്രമായി തന്നെ പറയാലോ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവരും ഈ വ്യക്തി പൂജകളിൽ കുറച്ചൊക്കെ പങ്കാളികളാണ്. എങ്കിൽ കൂടി അവരതിന്റെ ഒരു അഹങ്കാരത്തിന്റെ പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിപൂജ നടത്തുമ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വ്യക്തിപൂജ ഉണ്ടെങ്കിൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും ഈ വ്യക്തിപൂജ തോൽവിയൊക്കെ ഉണ്ടാവും. രണ്ട് സീറ്റുമായിട്ട് പാർലമെന്റ് ഇരുന്നവരാണ് നിങ്ങൾ. അധികം ഞങ്ങൾക്ക് ജനങ്ങളുമായി അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിസ്സാരമായി കാണരുത്. കാരണം 80കളിലെ 2 സീറ്റിൽ നിന്ന് അവർ എവിടെ എത്തിയെന്ന് കാണണം. ജനങ്ങളുമായി ബന്ധമില്ലാത്ത നമുക്കെന്തായാലും ശ്രീ ബസന്ത്, ഇവിടെ ഇപ്പോൾ ബേസിൽ കോൺഗ്രസിനെ കുറിച്ചും പറഞ്ഞു. അതായത് ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം ഓരോ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചുമുള്ള നിരീക്ഷണങ്ങളാണ് ഈ ബേസിൽ പറയുന്നത്. കോൺഗ്രസിലാണെങ്കിൽ പോലും വ്യക്തിപൂജയുണ്ടോ എന്ന് ബേസിൽ സംശയിക്കുകയാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെ ഇന്ന് ഭാരത് ജോഡോ ന്യായ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നു. ആ യാത്ര നയിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. അവിടെയാണ് ഈ പറയുന്ന സുവർണപ്രസാദിന്റെ പോയിന്റ് ആപ്ലിക്കബിൾ ആകുന്നത്. നിങ്ങൾക്കും പറയാൻ, ഇതിനു മുമ്പ് AICCയുടെ അധ്യക്ഷനായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഔദ്യോഗികമായ പദവികൾ നോക്കിയാൽ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അപ്പോൾ മറ്റ് നേതാക്കൾക്ക്, ഔദ്യോഗികമായ പദവികൾ വഹിക്കുന്ന നേതാക്കൾക്ക് ലഭിക്കുന്ന ഇടമാണോ അവർക്ക് ലഭിക്കുന്നത്? അവിടെയും വ്യക്തി കേന്ദ്രീകൃതം ആകുന്നുണ്ടോ? എന്റെ സംശയമാണ്. അല്ല, അതിന് ഉത്തരം പറയാം. എനിക്ക് കുറച്ച് സമയം തരണം. രണ്ടുപേർക്ക് ഉത്തരമുണ്ട്. ശ്രീ സുവർണപ്രസാദിന്, അദ്ദേഹം മാധ്യമ വേട്ടയാടലുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അതെല്ലാം ശരിയാണ്. ഇവിടെ ഏഷ്യാനെറ്റിലെ, മീഡിയ വണ്ണിലെ വളരെ നമ്മുടെ എത്രയോ സഹപ്രവർത്തകർ, എനിക്ക് നേരിട്ടറിയാവുന്നവർ ഒക്കെ, അങ്ങേക്കും അങ്ങയുടെ സുഹൃത്തുക്കൾ എത്രയോ പേർ 24-ൽ വിനീതയാണ് ഗൂഢാലോചന. തീർച്ചയായും എത്രയോ പേർ വേട്ടയാടപ്പെടുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടക്കൽ കത്തിവെക്കുക എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഒന്നാമത്തെ പടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം 4 തൂണുകളിൽ 4-ാം തൂണിന് ക്ഷതമേൽപ്പിച്ചാൽ പുര ഇടിഞ്ഞ് താഴെ വീഴും എന്നുള്ള ബോധ്യം എല്ലാ കാലത്തും ഫാസിസ്റ്റുകൾക്കുണ്ട്. അത് പിണറായി വിജയനുമുണ്ട്. പക്ഷേ ഇത് വാദോരാതെ സംസാരിക്കുമ്പോൾ ഡൽഹിയിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയ സെൻട്രൽ ഏജൻസികളെ നിങ്ങൾ മറന്നു പോകാൻ പറ്റുമോ സുവർണപ്രസാദെ? അവിടെ കടന്നു കയറിയിട്ട് അവിടെയുള്ള എന്തിനേറെ പറയുന്നു ചായ കൊടുത്ത കപ്പ് വരെ പരിശോധിച്ച്
തൂക്കാൻ വെച്ചിരുന്ന ചൂല് വരെ തിരിഞ്ഞിട്ട് പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടെടുക്കാമോ അത് മുഴുവൻ കണ്ടെത്തിയാൽ നിങ്ങളെ മറന്നു പോകാൻ പറ്റുമോ? പെഗാസസ് എന്ന് പറയുന്ന ചാര സോഫ്റ്റ്വെയർ മേടിച്ചിട്ട് രാജ്യത്ത് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തിയ നിങ്ങളുടെ ഫാസിസത്തെ കാണാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അതൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയും പിണറായി വിജയനും ചേട്ടൻ ബാബ അനിയൻ ബാബയാണ് എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇതിൽ ആരാണ് ചേട്ടൻ ബാബ എന്ന മത്സരമാണ് നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ശ്രീ എല്ലാവരും അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. BJP സംബന്ധിച്ച് ഇപ്പൊ സുവർണപ്രസാദ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വളരെ ഓപ്പൺ ആയി പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുദ്രാവാക്യം ഇതാണ്, ഞങ്ങളുടെ നാഷണൽ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം അത് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നത് തെറ്റില്ല. അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണെങ്കിൽ അവരുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ, അവരുടെ തത്വശാസ്ത്രത്തിൽ പ്രോ റൈറ്റ് എന്നെഴുതി വെച്ചിരിക്കുന്ന, അതായത് രൂപീകരിച്ച കാലത്ത് പ്രോ റൈറ്റ് എന്നെഴുതി വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുമായി മുമ്പോട്ട് പോകുന്നവരാണവർ. അവരെ നമുക്ക് പോയി അവരെയുമായി നിങ്ങളെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? പ്രോ ലെഫ്റ്റ് ചിന്താഗതിയുമായി മുമ്പോട്ട് വന്ന, അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഉള്ളത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഇടതുപക്ഷം എന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ ബാനറിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുമ്പോൾ നോക്കൂ മോദിയും കാണിക്കുന്നില്ലേ എന്ന് പറയാൻ ഒരു ഇടതുപക്ഷക്കാരനായ, എനിക്ക് എല്ലാവരും വളരെ കാലങ്ങളായി അറിയാം, ഞാനും എല്ലാവരും 5 വർഷം, എനിക്കൊന്ന് 4 വർഷത്തിലേറെ ചർച്ചകളിൽ ഇരിക്കുന്നു. അദ്ദേഹം CPM-ന്റെ സ്തുതിപാഠകനായി ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് കാണുകയാണ് ശ്രീ അങ്ങൊരു ലെഫ്റ്റ് ആയിട്ടിരുന്നുകൊണ്ട് അങ്ങേക്ക് പറയാൻ പറ്റുമോ ഇത് മുഴുവൻ ശരിയാണെന്ന്? ഇതിന്റെ പേരിലല്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് സഹാബ് അച്യുതാനന്ദനെ പറ്റി അന്ന് SFI മാത്രമായിരുന്ന ഒരു സഹാബിനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചില്ലേ? ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് രാത്രി 2 മണിക്ക് ആ മനുഷ്യന്റെ ഹൃദയവേദന എടുത്ത്, വിമർശനങ്ങൾ മുഴുവൻ കേട്ട് ഹൃദയവേദന എടുത്ത് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വന്നില്ലേ? 4 മണി വരെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിറകെ നടന്നില്ലേ? എന്താണ് ഉത്തരം പറയുന്നത്? താങ്കൾ പറഞ്ഞ SFI നേതാവ് M. സ്വരാജ് അല്ലേ? ഉറപ്പായും ആ സ്വരാജിനോടാണ് കേട്ടോ ഈ M. മുകുന്ദനും ഇക്കാര്യം പറഞ്ഞത്. തീർച്ചയായും ആ സ്വരാജാണ് അന്ന് സഹാബ് VS-നെ പഠിപ്പിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം. പിന്നെ വളരെ പ്രസക്തമായ ഒരു പ്രസംഗമുണ്ട് CPM-ന്റെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ. നോക്കൂ, കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തിരയുണ്ടാവുക, ഇല്ലെങ്കിൽ കപ്പിലെ വെള്ളമായി പോകും എന്ന് വ്യക്തിപൂജയെ കേന്ദ്രീകൃതമായി കടലിലെ വെള്ളം ബക്കറ്റിൽ ഒഴിച്ചാൽ തിരയുണ്ടാകില്ല. അതെ, ഓവർ സ്മാർട്ട്നെസ് കാണിക്കരുത്. ഒരു വലിയ CM കളിയൊന്നും വേണ്ട, പാർട്ടിയാണ് വലുതെന്ന് സഹാബ് VS-ന് ക്ലാസ് എടുത്ത അതേ പിണറായിയാണ് ഇന്ന് സ്റ്റേജിലിരുന്ന് സുഖം കൊണ്ട് പുളകം കൊള്ളുന്നത്. കിം ജോങ് ഉൻ മാറി കിം ജോങ് പിൻ ആയി മാറിയിരിക്കുകയാണ്. കിം ജോങ് പിൻ എന്ന് വെച്ചാൽ കിം ജോങ് പിണറായി ആയി മാറിയിരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഇത് മുഴുവൻ. ഒരു മിനിറ്റ്, എങ്ങനെയാണ് ഇദ്ദേഹം ഒരു ഫാസിസ്റ്റ് ആയി മാറുന്നത്? അതായത് MT പറഞ്ഞത് അധികാരത്തിൽ ഇരിക്കുന്നവർ ഫാസിസ്റ്റ് ആവുന്നു എന്നാണ്. പിണറായി എങ്ങനെയാണ് ഫാസിസ്റ്റ് ആവുന്നത്? ഞങ്ങൾ ഈ നവകേരള സദസ്സിനെ അവഗണിച്ച് കളഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചൊരു പ്രസ്ഥാനമാണ് UDF എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരെ, ബൂത്ത് പ്രസിഡന്റുമാരെ മുഴുവൻ എന്ത് ചെയ്യുന്നു? കരുതൽ തടങ്കലിൽ വെക്കുന്നു. ശ്രീ എല്ലാവരും അറിയാമായിരിക്കുമല്ലോ, കരുതൽ തടങ്കലിൽ വെക്കുക എന്ന് പറയുന്നത് പൗരാവകാശ ലംഘനമാണ്. പൗരാവകാശ ലംഘനം എന്ന വാക്ക് നിങ്ങൾ മറന്നുപോയി കാണും. 7 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും നിങ്ങൾക്ക് അത് ഓർമ്മ. ആ പൗരാവകാശ ലംഘനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലാണ്. സ്വാഭാവികമായും സമരം ഉണ്ടാവും. ആ സമരം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന DYFI-ക്കാരെ കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരെ തല്ലിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ എല്ലാവരും ഗൗരി ലങ്കേഷിന് നേരെ നീണ്ട തോക്കിൻ കുഴലിന്റെ കഥ പറഞ്ഞല്ലോ. ശ്രീ ഗൗരിക്കെതിരെ വന്ന തോക്കിൻ കുഴലിലും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ വന്ന, ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് നേരെ വന്ന ഈ പറയുന്ന ചെടിച്ചട്ടിയുടെ നാമ്പിനും എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ആയുധങ്ങളല്ലേ? ഈ പറഞ്ഞ ഗൗരി ലങ്കേഷിനും പൻസാരിക്കും നേരെ നീണ്ട തോക്കിൻ കുഴലിന്റെ അതേ ആർജവും, അതേ ഊർജം, അതേ എന്താ പറയുക ശക്തി അത് തന്നെയാണ് ആ ചെടിച്ചട്ടികൾക്കും ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയാത്തോടത്താണ് നിങ്ങൾ ലെഫ്റ്റ് അല്ലാതായി മാറുന്നതും ഒരു പരിധിവരെ കോൺഗ്രസിലെ ഞങ്ങളൊക്കെ ലെഫ്റ്റ് ആയി മാറുന്നതും എന്നത് മനസ്സിലാക്കണം. അവിടെയാണ് പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, താങ്കൾ പറയുന്നത് പോലെ താങ്കളും ഈ കോൺഗ്രസിലെ ഒരു യുവ നേതാവാണല്ലോ. അതുകൊണ്ട് ഈ ഗാന്ധി കുടുംബത്തെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇത്തരത്തിൽ പദവികളില്ലാതെ ഉയർത്തി കാണിക്കുന്നതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അല്ലല്ലോ, ഞാൻ അങ്ങനെയല്ല പറയാം. അത് അവിടെയാണ് പ്രശ്നം. അതായത് നരേന്ദ്രമോദിയും പിണറായി വിജയനും പാർട്ടി നേതാക്കൾ മാത്രമല്ല അഭിലാഷ്, അവര് CPM-ന്റെ CLP ലീഡറാണ് ആര്? പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നേരത്തെ സുവർണകുമാർ ഞങ്ങളെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോഴും ഇവിടെ ഈ 140 കോടിയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പോ
ജനം കൊടുത്ത അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിൽ അഭിരമിക്കുമ്പോൾ ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഈ വ്യക്തിപൂജയ്ക്ക് കൊട പിടിക്കുന്നിടത്താണ് കൂടുതൽ പ്രശ്നമുണ്ടാവുന്നത്. കോൺഗ്രസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അങ്ങ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് ഈ പറയുന്ന പ്രതിപക്ഷ ശബ്ദങ്ങളെ മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ ഇന്ന് സാധ്യമായ ഒരു ലീഡർ അത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് മുന്നിട്ടിറങ്ങൂ എന്ന് മമതയടക്കം ദീദി അടക്കം പറയുന്നത്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അടക്കം ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം ആ സമരം നയിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ശ്രീ ഉമേഷ് ബാബു, നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടമാണ്. താങ്കളെ പലപ്പോഴായി ഈ സമൂഹ മാധ്യമത്തിലൂടെ അടക്കം ഇടതുപക്ഷമൊക്കെ ഇടത് വിരുദ്ധൻ എന്നങ്ങ് മുദ്ര കുത്തുന്നത് എല്ലാവർക്കും അറിയാം. അതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചർച്ചയിൽ. അപ്പോൾ എന്തായാലും ഞാൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ താങ്കൾ ഈ ചർച്ചയിലുടനീളം ഇടതുപക്ഷത്തെ തന്നെയാണ് ആക്രമിച്ചത് എന്നതൊരു വസ്തുതയാണ്. അതിന് പ്രത്യേകം വിളിച്ചു വരുത്തിയത് എന്ന ആക്ഷേപമൊക്കെ ഞാൻ ഇനി കേൾക്കേണ്ടി വരും. അതെന്തുമാകട്ടെ, ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അവസ്ഥ, അവിടെ വസന്ത് പറഞ്ഞതിനോട് ഞാൻ ഒരു പരിധിവരെ യോജിക്കുന്നുണ്ട്. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിന് പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിയും നേതാക്കൾ ഉയർത്തി കാണിക്കുന്നതിലൊക്കെ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും പൊതുവെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരം വ്യക്തിപൂജകൾ വ്യാപകമാണോ, അത് അപകടകരമാണോ, തിരുത്തേണ്ടതാണ്? അല്ല, ഇതില് എനിക്ക് ഈ പറയുന്നതിനെ കുറിച്ച് ഒരു സംശയമില്ല. കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് ടെലിവിഷൻ ചർച്ചകളുടെ ഭാഗമായി സംസാരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ അധികാരത്തെ കുറിച്ച് ഞാൻ നേരത്തെ മോബ് ലിഞ്ചിങ്ങിന്റെ കാര്യം സൂചിപ്പിച്ചതാണ്. ഉത്തരേന്ത്യൻ അധികാരം, നരേന്ദ്രമോദി, BJP തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴ് ഞാൻ ഈ പുസ്തകങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞുകൊണ്ടല്ലേ, ഇപ്പൊ എന്റെ മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്, H. പോപ്പ് എന്ന് പറഞ്ഞിട്ടാണ്, ഹിന്ദുത്വ പോപ്പ്. നിങ്ങളത് എനിക്കറിയില്ല, മാധ്യമപ്രവർത്തകരായി നിങ്ങൾ ഹിന്ദി പോപ്പ് ഗാനങ്ങളുടെ ഒരു മേഖല മുഴുവനും ഹിന്ദുത്വവൽക്കരിക്കുകയും ഉത്തരേന്ത്യൻ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ സ്തുതിപാഠകത്തിലോ ഉയർന്നു വന്നിട്ടുള്ള ഒരു സബ് കൾച്ചർ, ഒരു ഉപസംസ്കാരം, വാസ്തവത്തിൽ നമുക്ക് കേരളത്തിൽ അതിന്റെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ എത്രയോ ഗംഭീരമായി അപഗ്രഥിക്കുന്ന ഒരു പുതിയ പുസ്തകമുണ്ട് എന്റെ മേശപ്പുറത്ത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് സമഗ്രാധിപത്യം, അത് മാത്രമല്ല നേരത്തെ BJPയെ കുറിച്ച് പറയുകയാണെങ്കിൽ BJP അത് വേറെ എടുക്കേണ്ടതാണ്. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഊന്നിയെന്ന് സംസാരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെട്ടിട്ട്, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അവകാശപ്പെട്ടിട്ട് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയ സ്വേച്ഛാധിപത്യ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പ്രധാനമായി വിമർശിച്ചത്. കാരണം ഈ പറയുന്ന MT ആയിരുന്നാലും മുകുന്ദൻ നേരിട്ടായിരുന്നാലും വിമർശിക്കുന്ന കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കുന്തമുന അതിനെതിരാണെന്നുള്ള കാര്യം. അതോടൊപ്പം MT എടുത്താലും മുകുന്ദനെ എടുത്താലും ഇവരൊക്കെ ഇപ്പോഴത്തെ BJP ഭരണത്തിന് പൂർണ്ണമായിട്ടും എതിരാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോ എന്താണ് BJPക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, ഏതാണ്ട് 10 വർഷമായാണ്, 10 വർഷം കൊണ്ട് ഈ BJP പ്രതിനിധി ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളൊക്കെ ലോകത്തിന്റെ എല്ലാ കോണിലും നടക്കുന്നുണ്ട്. പണക്കാരെ പണക്കാരാക്കിക്കൊണ്ടിരിക്കുകയും ദരിദ്രനെ പരമദരിദ്രനാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, സമ്പദ്ശാസ്ത്ര പഠനങ്ങളുണ്ട്. തുറന്ന വലതുപക്ഷവൽക്കരണം. സാധാരണ ജനങ്ങൾ തകർന്നടിഞ്ഞാലും ഇന്നത്തെ ഒരു പത്രത്തിൽ പോലും അതിന്റെ കണക്കുകൾ അവർ കൊടുത്തിട്ടുണ്ട്. എനിക്കതിന്റെ വളരെ ആധികാരികമായ കണക്കുകളൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിനപത്രത്തിൽ, മലയാള പത്രത്തിൽ വന്ന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. കേരളത്തെ കോവിഡിന്റെ കാലത്ത് പോലും എങ്ങനെയാണ് ഇന്ത്യൻ ജനതയെ കൊള്ളയടിച്ചിട്ട് ശതകോടീശ്വരന്മാരെ വളർത്തുന്ന പണി ഈ നരേന്ദ്രമോദി സംഘവും എടുത്തത് എന്നതിന്റെ കണക്കുകൾ വെച്ചിട്ടൊക്കെ സംസാരിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാല് BJPക്കാർ വല്ലാതെ കഷ്ടപ്പെടും. അവർക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ഇമേജ് മാത്രമാണ് തങ്ങളുടെ ആയുധം എന്നുള്ളതൊരു വലിയ കുറ്റസമ്മതമാണ്. CPM എന്തായിരുന്നാലും അതാണ്, CPM-ആയിട്ട് ഒരു വ്യത്യാസം അവിടെയാ വരിക. എന്തുകൊണ്ട് CPM-നെ അധികം കേരളത്തിൽ ഇരുന്ന് വിമർശിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് CPM-ന് അങ്ങനെ ഒരു അവകാശവാദമില്ല. CPM എങ്ങനെയാണ് അവകാശപ്പെട്ട? ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടില്ല പിണറായി വിജയന്റെ ഇമേജാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരേ ഒരു മൂലധനം. BJPക്കാർ ഇന്ത്യ ഉടനീളം പറയാണ് നരേന്ദ്രമോദിയുടെ അതാണ് നമുക്കറിയാലോ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ വിശദാംശങ്ങൾ. നരേന്ദ്രമോദി എന്നല്ലാതെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഉയർത്തിക്കാണിക്കാൻ ഒന്നുമില്ല. നേരത്തെ ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് എനിക്ക് ബേസിൽ ജോസഫ്, അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ തെറ്റിപ്പോയി, ബേസിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. ബേസിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഈ പറയുന്ന പെട്രോളിയം വില ഈ BJPയുടെ പ്രതിനിധി അതാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിലോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ ആലോചിച്ച് നോക്കണം. ഇത് വഴിക്ക് ആരാണ് സമ്പന്നനായത് ഇന്ത്യയില്?
ഈ പറയുന്ന ഈ പെട്രോളിയം വില ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ ഉയർത്തി നിർത്തിയിട്ട് ആരാണ് ഈ കൊള്ള മുതൽ മുഴുവൻ കൊണ്ടുപോയത് എന്നതിന്റെ ഈ എക്കണോമിക്സ് അതിന്റെ ഡാറ്റ എടുത്തു നോക്കണം അദ്ദേഹം. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലാവും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരെ വളർത്തുക എന്ന പണിയാണ്. നിസാരമായ ചില സൗജന്യങ്ങൾ, ഉജ്ജ്വല യോജന, മറ്റേ യോജന എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണ്ടാവും. മറ്റേ വഴിക്ക് എന്ത് നടന്നു? ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോകത്തിലെ ഏറ്റവും ആധികാരികമായ സമ്പദ്ശാസ്ത്ര അവലോകന സ്ഥാപനങ്ങൾ, ഇന്ത്യക്കെതിരെ ഒന്നുമില്ലാത്ത സ്ഥാപനങ്ങൾ നടത്തുന്ന സ്റ്റഡിയുടെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇന്ത്യയില് ആദായ നികുതി നിയമങ്ങൾ നിലവിൽ വന്ന ബ്രിട്ടീഷ് കാലമുണ്ട് 1922. ഈ 1922 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക അസമത്വത്തെക്കാൾ എത്രയോ അധികമാണ് ഈ 2023 സാമ്പത്തിക അസമത്വം എന്ന പഠനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് BJPക്ക് വേറൊന്നും പറയാനില്ല. ഒരു മതം, ഒരു ക്ഷേത്രം, ഒരു അധികാരി എന്നൊക്കെ ഉള്ളതാണ്. അത് നമ്മള് ഈ MTയുടെ വിമർശനത്തിന്റെ പുറവിൽ വരുന്നതിന് അപ്പുറം ചർച്ച ചെയ്യേണ്ട, പ്രത്യേകിച്ച് നമുക്ക് പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്, ധാരാളം അവസരം കിട്ടും, ചർച്ച ചെയ്യേണ്ട ഒരു മഹാപ്രശ്നം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേക സമയത്ത് അത് കൊണ്ടുവരാൻ ശ്രമിക്കാതിരുന്നത്. എന്തായാലും ശ്രീ വിനയചന്ദ്രൻ, ഞാൻ 1 മിനിറ്റ് സമയം താങ്കൾക്ക് നൽകുകയാണ്. കാരണം ഈ പാനലിന്റെ ഒരു സ്വഭാവം കൂടി അങ്ങനെയാണ്. ഒരു പക്ഷേ താങ്കൾക്ക് നേരെയാണ് കൂടുതൽ വിമർശനം ഉയരുന്നത് കൊണ്ട് എന്നതാണ്. അവസാനം കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടെ സുമേഷ് ബാബു സാറ് അത് പറഞ്ഞാൽ നന്നായി. കാര്യം ശ്രീ സുവർണ പ്രസാദ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരാളെ ഉള്ളൂ, ആ ഗ്യാരണ്ടിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൂടി അത്തരത്തിലൊരു കാര്യം ഞങ്ങൾ വ്യക്തിപൂജയുടെ പുറകെയാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു നേതാവിന്റെ പുറകെയാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളിടത്ത് ഒരു പ്രത്യാശയുടെ, ഒരു പ്രതീക്ഷയുടെ. പിന്നെ സാറ് പറഞ്ഞ ബംഗാളിലെ കാര്യം, ബംഗാൾ എവിടെ എത്തി നിൽക്കുന്നു സാർ? ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് പാർട്ടി. ബംഗാളിൽ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? അത് മാത്രമല്ല അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ, മറ്റൊരു രീതിയുടെ അക്രമ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. അത് തിരിച്ചുവരവിന്റെ പാതയിലാണ് പാർട്ടി. എന്തുകൊണ്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തായാലും മറ്റൊരു ബാനർജി ഉയർത്തി കാണിക്കുന്നുണ്ട്, ഒരു വനിതാ നേതാവിനെ, അല്ലേ? അല്ല, അതിവിടെ ശരി. എന്തായാലും നമ്മുടെ വിഷയം ഇതല്ല. പക്ഷേ ഈ ചർച്ചയിൽ പൊതുവായി ഉരുത്തിരിഞ്ഞ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. കാരണം നമ്മുടേത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ സംവിധാനങ്ങളാണ് നമ്മുടെ അധികാരത്തിലേക്ക് എത്തുന്നത്. ആ അധികാരത്തിലേറി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാവിനെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുത്തുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായാൽ അത് തിരുത്താൻ പാർട്ടിക്കാർ തയ്യാറാകണം എന്ന് പൊതുവെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു എന്നത് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തിപൂജ തടയണ്ടേ എന്ന ഓൺലൈൻ വഴി ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഏതാണ്ട് 23,000-ലധികം ആളുകളാണ് വോട്ട് ചെയ്തത് ഇതിനോടകം. അതിൽ പാനലിസ്റ്റുകൾ കൂടി ശ്രദ്ധിക്കുക, 92% പ്രേക്ഷകരും, അതാണ് നമ്മുടെ ഒരു പൊതുവികാരം, 92% പ്രേക്ഷകരും പറഞ്ഞു നേതാക്കളെ തിരുത്തണം, വ്യക്തിപൂജ ഒട്ടും സ്വീകാര്യമല്ല എന്ന്. കേവലം 5% പ്രേക്ഷകർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.